وأشرف منه يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والشفيع الأبطري والحبيب العربي عندهم منأمب ما رأينا فيهما مثل حسنك خط يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي المنجي لا غدا من شفاعتك الصفاء من لنا مثلك يا سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي نرجو إلى كأس حوضك للعطاس يوم نشر كتابي يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي. വെളുത്ത മൃഗം എന്ന് പേരിട്ടിരിക്കുന്ന ബുറാക്ക് എന്ന മനോഹരമായ വാഹനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും ആ ബുറാക്ക് എന്ന വാഹനത്തിന്റെ മുകൾ ഭാഗത്ത് കയറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുമ്പോൾ വഴിയിൽ ഇറങ്ങിയ ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട മനോഹരമായ ഈത്തപ്പനത്തോട്ടത്തിന്റെ ഈന്തമരത്തിന്റെ താഴ്ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇത്ര മനോഹരമുള്ള സ്ഥലം ഏതാണ്? അവിടെ എനിക്ക് ഇറങ്ങി നമസ്കരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇറക്കി. ഇന്നലെ വെച്ച പോലെ മതി, ഡിലേ ഒന്നും വേണ്ട, അങ്ങനെ മതി. അന്ന് അവിടുത്തെ പേര് ആ പരിശുദ്ധ മദീനത്ത് അന്ന് മസ്ജിദുൻ നബവി ഇല്ല, ഒന്നുമില്ല. ഈന്തമരത്തിന്റെ താഴ്ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി തിരിച്ചു ബുറാക്കിലേക്ക് കയറുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നബിയെ ഈ മനോഹരമായ സ്ഥലം ഏത് എന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന മറുപടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, അങ്ങയെ മക്കത്തിൽ നിന്ന് ജനങ്ങൾ ആട്ടി ഓടിക്കുമ്പോ അവരുടെ ആട്ടും തൂപ്പും കേട്ട് സഹിച്ച് ക്ഷമിച്ചങ്ങ് മക്കത്ത് കഴിയുമ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങ് മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് യാത്ര പോകും. ആ പുണ്യ സ്ഥലമാണ്, ആ യാത്ര വരുന്ന ഈന്തപ്പനത്തോട്ടത്തിന്റെ സ്ഥലമാണിത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തി കൊടുത്തു. നാം ഇന്നലെ പറഞ്ഞു. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇറങ്ങി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ ഉൾപ്പെടെ, ശുഐബ് നബിയുടെ ഖബർ ഉൾപ്പെടെ, എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രധാനപ്പെട്ട മാശിത്ത റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ ഉൾപ്പെടെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ചില സ്ഥലത്ത് നമസ്കരിച്ചു, ചില സ്ഥലത്ത് കുറച്ചു നേരം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖാന്തിരം വീണ്ടും ബുറാക്കിലൂടെ യാത്ര തുടങ്ങുകയാണ്. പക്ഷെ അത്ഭുതം നടന്നത്, ഏറ്റവും വലിയ അത്ഭുതം നടന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ മുകൾ ഭാഗത്തെത്തുമ്പോഴാണ്. ബൈത്തുൽ മുഖദ്ദസിന് ആദ്യമേ അവസാനം വരെയുള്ള ഈ യാത്ര നടക്കുന്നത് വരെയുള്ള പേര് ബൈത്തുൽ മുഖദ്ദസ് എന്ന് തന്നെയായിരുന്നു. മസ്ജിദുൽ അഖ്സ എന്നത് ഈ പരിശുദ്ധ ഖുർആനിലൂടെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് നബി തങ്ങളെ കൊണ്ടുപോയി എന്ന ആയത്തിലൂടെ പറഞ്ഞ ആ ഒരു അഖ്സ എന്ന വാക്കിൽ നിന്നാണ് പിന്നീട് ബൈത്തുൽ മുഖദ്ദസിന് മസ്ജിദുൽ അഖ്സ എന്ന പേര് കിട്ടിയത്. നമ്മുടെ വരൂരിലെ ഖത്തീബാണ്. മസ്ജിദുൻ നബവിയുടെയും ആ ഭാഗത്തും ഈ ഭാഗത്തുമായി രണ്ട് പള്ളി, ഒന്ന് മസ്ജിദുൽ ഹറം, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സയ്ക്ക് പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റത്തെ പള്ളി എന്നാണ്.
അഖ്സ എന്ന് പറഞ്ഞാൽ അറബിയിൽ അങ്ങേയറ്റം എന്നാണ്. അപ്പോ മസ്ജിദുൽ അഖ്സ അങ്ങേയറ്റത്തെ പള്ളി എന്നാണ് അള്ളാഹു പറഞ്ഞത്. മസ്ജിദുൽ ഹറം ഇങ്ങേയറ്റത്തെ പള്ളി. ഇതിന്റെ ഇടയിൽ ഒരു പള്ളി, അതാണ് മസ്ജിദുൻ നബവി. അതിനെ പിന്നീടാണ് ഇസ്രാ മിഅ്റാജിനൊക്കെ ശേഷമാണ് മസ്ജിദ് നബവിയൊക്കെ ഉണ്ടാവുക. അപ്പോ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴാണ് യാത്രയിലെ മനോഹരമായ മറ്റൊരു അത്ഭുതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. മനോഹരമായ രണ്ട് പ്രകാശം. നബി തങ്ങൾ തന്നെ പറയട്ടെ ആ മനോഹരമായ വാക്ക്. ലമ്മാ വഹറാല ബൈത്തുൽ മുഖദ്ദസ് ലൈലത്തുൻ നസിയബി എന്നെ കൊണ്ടുപോയ രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ എത്തിയപ്പോൾ ഏറ്റവും പ്രകാശമുള്ള രണ്ട് മനോഹരമായ പ്രകാശങ്ങളെ മസ്ജിദുൽ അഖ്സയുടെ മുകൾ ഭാഗത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഞാൻ കണ്ടുവെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ജിബ്രീലിനോട് മുത്തറസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, ആ വലതുഭാഗത്ത് കാണുന്ന പ്രകാശം എന്താണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ ഹബീബല്ലാഹ്, അതങ്ങയുടെ പ്രിയ സഹോദരൻ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മിഹ്റാബാണ്. അല്ലാഹുവേ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മിഹ്റാബുണ്ട് മസ്ജിദുൽ അഖ്സയ്ക്കകത്ത്. ഇന്നും ആ മിഹ്റാബ് അവിടെ ഉണ്ട്. ചെല്ലുമ്പോ ഒന്ന് തൊട്ടു നോക്കാൻ മനസ്സുകൊണ്ട് കൊതിച്ചു പോകുന്നതാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇസ്രായിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കണ്ടുപോയ പ്രകാശത്തിന്റെ പ്രഭ പരത്തിപ്പോയ മനോഹരമായ മിഹ്റാബാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത്. അല്ലാഹുവേ, ആ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാതിലടച്ചിരിക്കുകയാണ്. അകത്തേക്ക് കടക്കുകയില്ല. അകത്തേക്ക് ആളെ കടത്തിവിടാൻ ഇസ്രായേലി പട്ടാളക്കാരെ സമ്മതിക്കല്ല ബന്ധു ചെയ്തിരിക്കുകയാണ്. ആ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ മുകൾ ഭാഗത്ത് ഖബറിലേക്ക് കടന്നു പോകുന്ന വഴിയരികിലെ സുബ്ഹാനല്ലാഹ് ഓറഞ്ച് ഇങ്ങനെ പഴുത്തു നിൽക്കുന്ന മനോഹരമായ വൃക്ഷങ്ങളുണ്ട്. അതിന് ചുറ്റും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. മഹാന്മാരുടെ ഖബർ മാത്രമല്ല, മഹാന്മാരുടെ പാദം കൊണ്ട് മാത്രമല്ല, ലോകപരിസരത്തിൽ ലഭിക്കാത്ത അല്ലെങ്കിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ ഫലവർഗ്ഗങ്ങള് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ 4 ഭാഗത്ത് കിട്ടുന്നത് കൊണ്ടാണ് അതിന് ചുറ്റും നാം ബറക്കത്ത് ചെയ്തെന്ന് അല്ലാഹു പറഞ്ഞൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഏതായാലും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ ഭാഗത്ത് ഓറഞ്ച് ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ആ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മിഹ്റാബാണ്. പ്രകാശത്തിന്റെ പ്രഭ പരത്തിയിട്ട് ഇസ്രായിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. രണ്ടാമത്തെ പ്രകാശമോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജിബ്രീലേ, മസ്ജിദുൽ അഖ്സയുടെ ഇടതുഭാഗത്ത് ഒരു വലിയ പ്രകാശം കാണുന്നുണ്ടല്ലോ. ആ പ്രകാശം എന്താണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതവും കൗതുകവും തോന്നുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ആ പ്രകാശം എന്തെന്നറിയുമോ? അത് കേൾക്കാൻ വേണ്ടി വളരെ ആവേശത്തോടെ വന്ന എന്റെ പ്രിയപ്പെട്ട പരമൂല്ല സഹോദരിമാരെ, ഇന്നലെ നാം ആശിപ്പാറുടെ ഖബറിന്റെ പ്രകാശത്തെ കുറിച്ച് പറഞ്ഞല്ലോ. എന്ത് രസമാണ്! ആ മഹദിയുടെ ചരിത്രം എത്ര ത്യാഗമാണ്! ജീവിതത്തിൽ ഒരു ത്യാഗവും അനുഭവിക്കാതെ അല്ലാഹുവേ സ്വർഗം തരണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാൻ കൊതിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പരമൂരിലും ഇതും അതിനേക്കാളേറെ ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു പോയ ഒരു മഹദിയുടെ പ്രകാശമാണ്, ഒരു മഹദിയുടെ ഖബറിന്റെ പ്രകാശമാണ്. അല്ലാഹുവേ, മസ്ജിദുൽ അഖ്സയിൽ അങ്ങനെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹദിയാരാണ്? അങ്ങനെ പ്രകാശിക്കാൻ മാത്രം പവറുള്ള മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് അടക്കപ്പെട്ടിരിക്കുന്ന മഹദിയാരാണ്? അങ്ങനെ പ്രകാശിക്കാൻ മാത്രം പവറുള്ള ഒരു മഹദി എവിടെ ഉണ്ടെങ്കിൽ അതാരാണ്? എന്റെ പ്രിയമുള്ളവരെ, വേറെ ആരുമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു പെണ്ണിന്റെ പേരിട്ടിട്ട് ഖുർആനിൽ സൂറത്ത് ഇറക്കിയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആനില് ആ സൂറത്തിന് ഒരുപാട് പ്രത്യേകതയല്ലേ ചരിത്രകാരന്മാര് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കാഫഹാ യാ യൂസുഫ്. എന്ത് രസമാണ് ആ സൂറത്ത് പാരായണം ചെയ്യാ! അല്ലാഹുവേ, പടച്ചവനെ, എന്ത് കൗതുകമാണ്! ചരിത്രത്തിലേക്ക് കടന്നുകല്ല, ഇസ്ലാമിക
ഇസ്ലാമിക നിരപ്പത്തിൽ അതുപോലെ ഒരു മഹദിയുടെ ചരിത്രം പറയാ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നീട് ഒരിക്കലും സാധിച്ചിട്ടില്ല. ആ ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ അഭിമാനത്തോടെ ലോകത്തെ സമർപ്പിക്കുകയാണ്. ആ സൂറത്ത് മറിയമിന്റെ ചരിത്രം മുഴുവനും ആവാഹിച്ചെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തളത്തിലാണ്. പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഇടതുഭാഗത്ത് കാണുന്ന പ്രകാശം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ആ ഇടതുഭാഗത്ത് കാണുന്ന പ്രകാശം അമ്മാ ഹദല്ലദീ യസാരിക വഅലാ ഖബരി ഉഖദിക മറിയം റളിയല്ലാഹു അൻഹാ. അങ്ങയുടെ സഹോദരി മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറാണ് നബിയെ. മറിയം ബീവിയുടെ ഖബറാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പോയതിന്റെ കാരണമെന്നറിയോ? പുരുഷ സ്പർശനമില്ലാതെ ഗർഭവതിയായി പോയ മറിയം ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വയറ്റിന്റെ കത്ത് ചുമന്നുകൊണ്ട് ചുട്ടുകൊള്ളുന്ന മണലാർന്നത്ത് കിടന്ന് കെട്ടപ്പെടുമ്പോ വീട്ടുകാരും നാട്ടുകാരും കല്ലെറിഞ്ഞുകൊണ്ട് വലിച്ചെറിയുമ്പോ ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ വിശന്ന് വലഞ്ഞ് ദാഹം അണപൊട്ടി ഒഴുകിയിട്ട് തന്റെ മനസ്സുവല്ലാതെ തളർന്ന് തകർന്നു പോകുമ്പോ അവസാനം ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്ന മരച്ചില്ല പിടിച്ചു കുലുക്കാനാണ് അള്ളാന്റെ നിർദ്ദേശം വരുന്നത്. ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറല്ലാതെ പിന്നെ ലോകത്താരുടെ ഖബറിൽ നിന്നാണ് അള്ളാന്റെ റസൂൽ പ്രകാശം കാണുന്നത്. എന്റെ ഉമ്മ പഴയ കാലത്തൊക്കെ ഒരു ദിവസം പോലും മറിയം സൂറത്ത് ഓതാതെ പ്രിയപ്പെട്ട പെങ്ങന്മാർ ഉറങ്ങാറില്ലായിരുന്നു. ഭാര്യവായി കഴിഞ്ഞാ മറിയം ഓതാതെ ഒരു പെങ്ങളും ഉറങ്ങില്ലായിരുന്നു. ഞാനൊരു ചരിത്രം അറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് പറയുകയാണ്, എല്ലാ ദിവസവും സൂറത്ത് മറിയം ഓതുന്ന പെണ്ണ് നാളെ മറിയം ബീവി റളിയല്ലാഹു സ്വർഗത്തിലേക്ക് വിളിക്കുമെന്നാണ്. പെങ്ങളെ, എത്ര സമയം വേണം പൊന്നുമോളെ, എത്ര സമയം വേണം പൊന്നുമോളെ? ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം മുഴുവനും ചാനലുകൾക്ക് മുന്നിൽ ചെലവഴിക്കുന്ന പെങ്ങളെ, നേരം പുലർന്ന പാതിരാത്രി വരെ നുണയും പസാരയും പറയാ സമയം ധാരാളം ലഭിക്കുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വഴിയില്ലാതെ തകർന്നു പോരെ ഹൃദയവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഒരു ഏറ്റവും മനോഹരമായ എളുപ്പവഴി മഹാന്മാര് പറഞ്ഞു തരികയാണ്. എല്ലാ ദിവസവും ശരീരശുദ്ധിയുള്ള എല്ലാ ദിവസവും ഒരൊറ്റ ദിവസം പോലും മുടക്കിക്കളയാറ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് മറിയം പാരായണം ചെയ്താൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്വർഗ്ഗത്തിന്റെ ശ്രേണിയിൽ മറിയം ബീവി എന്ന് നമ്മുടെ ഉമ്മ നമ്മളെ വിളിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാ. ആ ചരിത്രം ഇന്ന് പഴഞ്ചനായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്നില്ല. ഈ അടുത്ത് ഒരു യുവ സഹോദരൻ തന്റെ മൊബൈലിൽ ഒരു വീഡിയോ ക്ലിപ്പ് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. സഹോദരിമാരൊക്കെ ഉള്ള ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് കാണിച്ചു തന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഉസ്താദൊക്കെ പ്രസംഗത്തിൽ പറയണം. ഞാൻ കരുതി എന്നെ കുറിച്ച് ഉള്ള എന്തെങ്കിലും ക്ലിപ്പായിരിക്കും. പക്ഷെ ആ സഹോദരൻ പറഞ്ഞു, അതൊന്നുമല്ല, ഇതൊക്കെ ഉസ്താദ് പറയണം. നോക്കുമ്പോ നിങ്ങൾക്കുമാകാം കോടീശ്വരലിൽ ഒരു പെണ്ണ് കയറിയിരിക്കുകയാണ്, ഒരു മുസ്ലിം പെണ്ണ. ഇടയ്ക്കിടയ്ക്ക് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവറുകൾ കാണാതിരിക്കാൻ വേണ്ടി മുടി ഇങ്ങനെ നല്ലതുപോലെ മറച്ചു വെക്കുന്നുണ്ട്. അറാമല്ലേ, അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ. സിറാത്ത് പാലത്തിരുന്നാൽ ഇത്ര പേടി ഉണ്ടാവില്ല. ആ പേടിയിലാണ് ആ പെണ്ണ് കയറി അപ്പുറത്തിരിക്കാൻ. അപ്പൊ അവിടെ നിങ്ങോട്ട് ചോദിക്കാണ് മൂപ്പര്. ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഒരു സിനിമയുടെ ആഡിയോ ക്ലിപ്പാണ്. ആ സിനിമയുടെ ആഡിയോ ക്ലിപ്പിട്ട് ചോദിക്കുന്നു, ഇത് ഏത് സിനിമയിലെന്ന് പറയാൻ പറ്റുമോ? ചോദിച്ചു തീരുന്നതിന് മുമ്പ് താത്താടെ മറുപടി. അതിന് പിന്നെ നമ്മുടെ താത്തമാരെ കഴിഞ്ഞിട്ടുള്ള ലോകത്താരും 1000 രൂപ കിട്ടിയിരിക്കുന്നു. താത്തജി പറഞ്ഞു, താങ്ക് യു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പറയപ്പെട്ട 4 സ്ത്രീകളിൽ ഒരാളുടെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. അത് ഏത് സ്ത്രീയുടെ പേരിലാണ്? ഓപ്ഷൻ എ ആസിയ, ഓപ്ഷൻ ബി ആയിഷ, ഓപ്ഷൻ സി മറിയം, ഓപ്ഷൻ ഡി ഖദീജ. ഏതാണ്? അപ്പൊ നമ്മുടെ താത്തജി ഇങ്ങനെ ഒരു ഇരുത്തമുണ്ട്. പ്ലീസ് ഹെൽപ്പ് ലൈൻ. ആപ്പായ കുഴിച്ചാക്ക ഹെൽപ്പ് ലൈൻ. ലാസ്റ്റ് ലോകത്ത് ഏതൊരു മുസ്ലിം പെണ്ണും അല്പമെങ്കിലും ദീനി ബോധമുണ്ടെങ്കിൽ ആ പെണ്ണിന് പറയാൻ സാധിക്കും അത് സൂറത്ത് മറിയം ആണ് എന്ന്. പക്ഷെ അതവൾ പറഞ്ഞാൽ അവൾക്ക് വലിയ ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവല്ല ഞാൻ ഈ പറഞ്ഞത്. മറിച്ച് കയറിയിരുന്നു കൊണ്ട് നമ്മെ കളിയാക്കിയില്ലേ?
ഈ സമുദായത്തിന്റെ ആ ഒരു വിവരം പോലും ആ പ്രിയപ്പെട്ട സഹോദരിക്കില്ലാതെയല്ലേ തട്ടം തലയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ പറ്റിക്കുന്നത് എന്ന് സങ്കടത്തോടു കൂടി ഞാൻ ചിന്തിച്ചു പോയി. ശരിയല്ലേ? ഇസ്രാ എന്ന് പറയുന്ന അത്ഭുത യാത്ര, ലോകത്തൊരു പ്രവാചകന്മാർക്കും ലഭിക്കാത്ത മനോഹരമായ യാത്ര. ആ യാത്ര ബൈത്തുൽ മുഖദ്ദസിന്റെ മുകൾ ഭാഗത്ത് വരുമ്പോൾ ഇടതുഭാഗത്തിൽ നിന്ന് കാണുന്ന ഏറ്റവും വലിയ മനോഹരമായ പ്രകാശം അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ മുത്ത റസൂലിനോട് പറഞ്ഞ നബിയേ, ഇത് മറിയം ബീവിയുടെ ഖബറിന്റെ പ്രകാശമാണ്. വരവൂര് വന്ന പ്രിയപ്പെട്ട ഉമ്മ പോകണ്ടേ? മറിയം ബീവി എന്ന ഉമ്മയുടെ ഖബറിലേക്ക് പോകണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ ഇറങ്ങിയപ്പോ എന്റെ കാല് വല്ലാതെ തറന്നു പോയിരുന്നു. ആർക്കാണ് ഉമ്മയുടെ അടുത്തിരുന്ന് വരാൻ തോന്നുക? ആർക്കാണ് ഉമ്മയുടെ ഭാഗത്തിരുന്ന് വരാൻ തോന്നുക? എന്നാൽ മറ്റൊരു മനോഹരമായ അത്ഭുതം പറയട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് ഇറങ്ങി വരുമല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് ഈ ഭൗതിക ലോകത്ത് അവസാനം ജീവിച്ച് ഭരണം നടത്തി ഇവിടെ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ച് അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുമല്ലോ. പിന്നീട് ഖിയാമത്ത് നാളിന്റെ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം ജീവിച്ചിട്ട് വീണ്ടും മരണപ്പെടും. ആ മരണപ്പെടുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എന്നെ എവിടെയാണ് നിങ്ങൾ കൊണ്ടുപോയി അടക്കേണ്ടതെന്നറിയോ? എന്റെ മയ്യത്ത് നിങ്ങൾ എവിടെയാ കൊണ്ടുചെന്ന് നടക്കേണ്ടതെന്നറിയോ? എവിടെയാണ്? ഈസാ നബിയുടെ മരണത്തിന് മുമ്പ് ഈസാ നബി പറയുകയാണ്, എന്റെ മയ്യത്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അടക്കണം. അതിനെനിക്ക് നിങ്ങൾ അവസരം തരുമോ? എന്ന് ഈസാ നബി ചോദിക്കുകയാണ്. ഏത് സ്ഥലത്താണ് പ്രിയപ്പെട്ടവരെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ വേണമെന്ന് പറയുന്നതെന്നറിയോ? എവിടെയാണ്? മറിയം ബീവിയുടെ അരികിലല്ല, മറിയം എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ത്യാഗം സഹിച്ചു പോയ ഉമ്മാന്റെ അരികിലല്ല. ആ ഉമ്മയേക്കാൾ ലോകത്ത് സ്നേഹം കൊടുത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് എനിക്കൊരു സ്ഥലം തരുമോ? എന്റെ മയ്യത്ത് കൊണ്ടടക്കാമെന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. തനിക്ക് വേണ്ടി ജീവൻ തന്നെ സമർപ്പിച്ചു പോയ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് വേണ്ട, തനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു പോയ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് വേണ്ട, പിന്നെ എവിടെയാണ്? ഇഷ്ടം മദീന, എന്നിഷ്കുൽ മദീന, ഖൽബി മദീന, കാണാൻ മദീന, മോഹം മദീന, മെഹബൂബിൻ മദീന, അനുരാഗം മദീന, കനിവേകും മദീന, ഇഷ്ടം മദീന, എന്നിഷ്കുൽ മദീന, ഖൽബി മദീന, കാണാൻ മദീന. ഈ വരവൂരിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നവരെ, ഇന്ന് വരെ മദീന കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കില് കണ്ണീരോടുകൂടി നിയത്ത് ചെയ്യണം പെങ്ങളെ, കൽബ് വേദനയോടെ നിയത്ത് ചെയ്യണം പെങ്ങളെ. അഹ്ലു ബൈത്തിന്റെ പ്രകാശം വന്നു പോയത് കണ്ടില്ലേ? ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വറലി ശിഹാബുരങ്ങൾ, അല്ലാഹുവേ, അഹ്ലു ബൈത്തിന്റെ പ്രിയപ്പെട്ട സയ്യിദന്മാരിരിക്കുന്നത് കണ്ടില്ലേ? അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുപോയ മഹാനുഭാവന്മാരുടെ മുമ്പിലല്ലേ? അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ സരസിൽ ഇന്നുകൊണ്ട് പറഞ്ഞോ, പടച്ചവനെ, അടുത്ത ആണ്ടിന് വരുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് മദീനത്ത് എത്തിക്കണേ അല്ലാഹ്. ഇന്ന് വരെ മദീനയിൽ പോയിട്ടില്ലാത്തവരെന്ന് കൈ ഉയർത്തിയേ നോക്കട്ടെ എത്ര പേരുണ്ടെന്ന്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു ഉയർത്തിയ കരങ്ങൾക്ക് അള്ളാഹു ആ മഹാഭാഗ്യം തരട്ടെ. എന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിസാം എന്ന് പറയുന്ന കാഴ്ചയില്ലാത്തൊരു മുത്തഅല്ലിമ് കരയുന്നുണ്ട്. പക്ഷേ കാഴ്ചയില്ലാത്തവർക്ക് കണ്ണീര് വരില്ല. കണ്ണീര് വരും നിസാമേ? ഇല്ല. കാഴ്ചയില്ലാത്തവർ കണ്ണിന് കാഴ്ചയില്ല. 500 ഏക്കറാണ് ബൈത്തുൽ മുഖദ്ദസ് നിലനിൽക്കുന്ന സ്ഥലം. ആ മനോഹരമായ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് അല്ലാഹുവേ, പടച്ചവനെ, മുത്ത് റസൂൽ പറയുകയാണ്, ബുറാഖ് എന്ന് പറയുന്ന വാഹനം താഴേക്ക് ഇറങ്ങുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തളത്തിലേക്ക് ബുറാഖ് എത്തുകയാണ്. എന്നിട്ട് ബുറാഖിനെ എന്താ ചെയ്തതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, ബുറാഖിനെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഔസത്തു ദാബത്തി ബിൽ ഹൽഖത്തിൽ ലതി കാനത്തിൽ അംബിയാഉ തുസിഖുഹാ ബിഹാ. എല്ലാ പ്രവാചകന്മാരും ബുറാഖ്
ബുറാഖിനെ കൊണ്ടുവന്ന് കെട്ടിയത് എവിടെയാണോ, എല്ലാ പ്രവാചകന്മാരും ബുറാഖിനെ കൊണ്ടുവന്ന് കെട്ടിയത് എവിടെയാണോ അവിടെ ഞാനും എന്റെ ബുറാഖിനെ കൊണ്ടുപോയി കെട്ടിയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ മനസ്സിലായി, മുത്ത റസൂലിന്റെ മാത്രമല്ല ബുറാഖ്, അള്ളാന്റെ റസൂലിന്റെ മാത്രമല്ല ബുറാഖ്. ലോകത്ത് കടന്നുപോയ ചില പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു പടച്ചതമ്പുരാ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ സഹാരം കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാനും കൊണ്ടുവന്ന് എന്റെ ബുറാഖിനെ കിട്ടിയെന്ന് റസൂല് പറയുകയാണ്. ആ ബുറാഖിനെ കെട്ടിയിട്ടിരുന്ന ചെറിയ ഒരു ചങ്ങലക്കണ്ണിയില്ലേ, ഒരു കൊളുത്തില്ലേ, ഇന്നും എന്റെ പ്രിയപ്പെട്ട ഉമ്മ മസ്ജിദുൽ അഖ്സയുടെ അകത്തളത്ത് ബുറാഖിനെ കിട്ടുന്ന സ്ഥലത്ത് ആ ചങ്ങലക്കണ്ണി ചുവരിന്റെ അകത്തിങ്ങനെ ചേർന്നിരിക്കുകയാണ്. അവിടെ പോകുന്നവർക്ക് ആ ചങ്ങലക്കണ്ണിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാം, ഫോട്ടോ എടുക്കാം, മുത്തം കൊടുക്കാം. അല്ലാഹുവേ, ബുറാഖിനെ കിട്ടിയ സ്ഥലമല്ലേ, ആർക്കാണ് തൊടാ തോന്നാതിരിക്കുക? ബുറാഖിനെ കെട്ടിയ സ്ഥലമല്ലേ, മനോഹരമായ ബുറാഖ് എന്ന അത്ഭുത വാഹനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിക്കാൻ പറഞ്ഞ വിലപ്പെട്ട സ്ഥലമാണ്. ആ കണ്ണിയിൽ നിന്ന് പിടിക്കാൻ എന്ത് രസമാണെന്നറിയോ? ആ സ്ഥലം കാണുമ്പോ തന്നെ അറിയാ, ഇവിടെയാണ് മൃഗങ്ങളെ കൊണ്ടുവന്ന് കെട്ടാനിട്ടിരിക്കുന്ന പോലത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ബുറാഖിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിയെന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴോ വീട്ടിലേക്ക് ഒരു അതിരി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, വീട്ടിലേക്ക് ഒരു അതിരി വന്നാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരമൂരിലേക്ക് അത്തിപ്പറ്റ ഉസ്താദ് വരുമ്പോ, മാത്തൂർ ഉസ്താദ് വരുമ്പോ, ചെമ്പിലങ്ങാട് ഉസ്താദ് വരുമ്പോ ആദ്യം ഇവിടുത്തെ പ്രിയപ്പെട്ട സംഘാട ഒരു ക്ലാസ്സിൽ വെള്ളം കൊണ്ട് വന്നിട്ട് പറയുന്നു, കുടിക്കണം ഉസ്താദേ. അതുപോലെ ആദിത്യ മര്യാദക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന വിവരം നബി തങ്ങൾ പറയുകയാണ്, അത്താനി ജിബ്രീൽ നായിബൈനി അഹദുമാ ഖംറുൻ വൽ ആഖറു ലബനൻ. എന്റെ മുമ്പിലേക്ക് രണ്ട് പാത്രവുമായി ജിബ്രീൽ വന്നു. ഒരു പാത്രത്തിനകത്ത് കള്ളായിരുന്നു, മറ്റേ പാത്രത്തിനകത്ത് പാലായിരുന്നു. മുത്ത് റസൂലെ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കണം നബിയേ. അന്ന് കള്ള് ഹറാമല്ലായിരുന്നു, അന്ന് കള്ള് ഹറാമല്ലായിരുന്നു. ഇന്ന് ഹറാമല്ലേ? ഇന്ന് ഹറാമാണെന്ന് ചിലക്ക് സംശയം തോന്നി. എന്നോടൊരു സഹോദരൻ പറഞ്ഞാൽ നിങ്ങൾ കള്ളിനെതിരെ പ്രസംഗിക്കാൻ പാടില്ല. എന്തേ കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഖിയാമത്ത് നാളാകുമ്പോ കള്ളുകൂടി അധികരിക്കുമെന്നാ. നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ച് ചെറുപ്പക്കാരൊക്കെ കള്ളുകൂടി നിർത്തിയാൽ പിന്നെ റസൂലുള്ള പറഞ്ഞത് തെറ്റും, നിങ്ങൾ പറഞ്ഞത് ശരിയാവൂലേ? അപ്പൊ അതുകൊണ്ട് കള്ളുകൂടി കുറച്ച് പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറയാം. ഇതിങ്ങനെ ഈ പലിശക്കാര് പറഞ്ഞതുപോലെ, ഞാൻ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നില്ല, പൈസ വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയാം. 1000 രൂപ വാടകയ്ക്ക് കൊടുത്തിട്ട് വൈകുന്നേരം 1100 രൂപ വാങ്ങും. പലിശയല്ല, അല്ലാഹു പലിശ ഹറാമല്ലേ? ഇതൊരു മുടന്ത ന്യായീകരണങ്ങളാണ്. ഹറാമ് തിന്നുമ്പോ അതിന്റെ ഒരു സുഖവും രസവും വരും. അത് ശപിക്കപ്പെട്ട പിശാച് അതിനെ പല വിധത്തിലും ന്യായീകരണം ഉണ്ടാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാന്റെ റസൂല് പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് 2 പാത്രത്തിൽ കൊണ്ടുവന്നു, ഒന്നിൽ കള്ളും ഒന്നിൽ പാലും കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. വാ ശരിക്കും ഞാൻ പാല് തിരഞ്ഞെടുത്ത് കുടിച്ചു എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങൾ പാല് കുടിച്ചിരുന്നപ്പോ പറഞ്ഞു, നബിയെ, അങ്ങയുടെ ഉമ്മത്ത് രക്ഷപ്പെട്ടിരിക്കുന്നു റസൂലെ. അങ്ങ് കള്ളാണ് എടുത്ത് കുടിച്ചിരുന്നതെങ്കിൽ അങ്ങയുടെ ഉമ്മത്ത് മുഴുവനും കുടിയന്മാരായിരുന്നു. പാല് തെരഞ്ഞെടുത്തത് കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം പാലാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം പാലാണ്. അതുകൊണ്ടാണ് മധുവിധുവിന്റെ മധുരം നുകരുന്ന മണവാളൻ തന്റെ മണവാട്ടിക്ക് പാല് കുടിച്ചിട്ട് ബാക്കി തന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നു. കുടിക്കണം പെണ്ണേ, കുടിക്കണം പെണ്ണേ. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട പാനീയം തന്റെ പ്രിയപ്പെട്ട കാമുകൻ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ജീവ പ്രാണനാഥൻ തന്റെ പ്രാണപ്രേയസിക്ക് കൊടുക്കുകയാണ്. ഇത് മുത്ത റസൂൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഒരു വീട് വെക്കുകയാണ് അല്ലാഹുവേ, ഒരു വീട് വെക്കുകയാണ്. ആ വീട് വെച്ച് കിടന്നിട്ട് താമസമാകുമ്പോ ആ വീടിന്റെ അടുപ്പത്ത് ആദ്യമായി പിളച്ചു പൊന്തുന്നത് മനോഹരമായ പാലായിരിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട പാനീയം പാലായത് കൊണ്ടാണ്. ഇന്ന് ഞാനൊരു വീടിന്റെ കട്ടള വെക്കാൻ പോയി. ബഹുമാനപ്പെട്ട ചെരിപ്പൂർ ഉസ്താദ് പറഞ്ഞിട്ടാണ്. അള്ളാഹുവേ, സാധുവാണ്. കുറച്ചാളുകൾ കൂടി ആരോരുമില്ലാത്ത ഒരു ഭവനത്തിന്, മനോഹരമായ ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കുകയാണ്. പടച്ചവനെ, ഞാനിവിടെ ചെല്ലുമ്പോ അയൽവാസികളായ ജനങ്ങളെല്ലാവരും ഒരു മതപ്രസംഗത്തിന്റെ ആളുണ്ടായിരുന്നു. അതൊക്കെ ചെരിപ്പൂർ ഉസ്താദിന്റെ പണിയാണെന്ന് എനിക്കറിയാം. എന്നാലും അല്ലാഹുവേ, ആ മനോഹരമായ കട്ടളയെടുത്ത് വീട്ടിലേക്ക് വെക്കുമ്പോൾ ഒരാൾ തന്നെ ഫോൺ വിളിച്ചു പറയുന്ന 500 കല്ല് ഞാൻ കൊടുക്കാം ഉസ്താദെ, കണ്ണ് നിറഞ്ഞു പോയി.
അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ചെരുപ്പൂർ സാറപ്പോൾ തന്നെ സ്വാദിഖലി ശിഹാബ് നിങ്ങളെ വിളിച്ചിട്ട് ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, ആരോരുമില്ലാത്ത കുടുംബത്തിന്റെ താണിയാണ്. വരവൂര് മഖാമിൽ വന്ന് എത്രയോ നാളുകളായി വീടില്ല വല്യാപ്പാ, വീടില്ല, ജോലിയില്ല, കുടിയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വന്ന് പറയുന്നവർക്ക് പടച്ചവനെ ഈ ആണ്ട് കഴിയുമ്പോൾ നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഒരുപാട് അത്ഭുതം നടന്നുപോയ ആണ്ടല്ലേ, ഒരുപാട് അത്ഭുതം നടന്നുകൊണ്ടിരിക്കുന്ന ആണ്ടല്ലേ. ഒരിക്കലും തീരാത്ത ജനസാഗരം ഭക്ഷണത്തിന് വേണ്ടി ചോദിക്കുമ്പോ സംഘാടകരുടെ നെഞ്ചിങ്ങനെ മദ്ദളം കൊട്ടുന്നത് പോലെ കെട്ടുകൊട്ടിയിട്ട് ഓടി നടക്കുന്ന ആണ്ടല്ലേ. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ മഖാമിന്റെ മുമ്പിൽ നിന്ന് ആ പാവപ്പെട്ടവർക്ക് വീട് കൊടുത്തുകൊണ്ട് ആശ്വാസം കൊടുത്തുകൊണ്ട് അവരെ സമാധാനിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാല് തിരഞ്ഞെടുത്തു. ഇവിടെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, മിഅ്റാജ് തുടങ്ങാൻ പോവാണ്. മസ്ജിദുൽ ഹറം മുതൽ മസ്ജിദുൽ അഖ്സ വരെയുള്ളതിനാണ് ഇസ്രാ എന്ന് പറയുക. അത് കഴിഞ്ഞ് പിന്നെ ആകാശ ലോകത്തേക്ക് പോയതിനാണ് മിഅ്റാജ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ നടന്ന് ഇന്നത്തെ രാത്രിയാണ് നടന്നത്. പ്രബല അഭിപ്രായം ഇന്നത്തെ രാത്രിയാണ്. പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അല്ലാഹയെ കണ്ട നബി, അർശിങ്കൽ ചെന്ന നബി. ഇന്ന് പറയാൻ ഉമ്മയില്ല, ഇന്ന് പാടാൻ ഉപ്പയില്ല. ഇന്ന് സർവരും ദുനിയാവിന്റെ പിന്നാലെ പിടിച്ചോടുമ്പോ ഏത് അർശാണ്, ഏത് പടച്ചവനാണ്, ഏത് ആകാശമാണ്, ഏത് റജബാണ്, ഏത് ഇസ്രാണ്, ഏത് മിഅ്റാജാണ്. എന്റെ പെങ്ങളെ പറഞ്ഞു കൊടുക്കണം നിന്റെ പൊന്നാമന മക്കൾക്ക്. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് തുടങ്ങുന്നതിന് മുമ്പാണ് എന്നും മിഅ്റാജ് കഴിഞ്ഞു വരുമ്പോഴാണെന്നും അഭിപ്രായമുണ്ട്. മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക പുണ്യവന്മാരെ നിരത്തി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കാരത്തിന്റെ നേതൃത്വം കൊടുത്തു അത്രേ. എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരെയും മസ്ജിദുൽ അഖ്സയ്ക്കകത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്തിൽ നിന്ന് നമസ്കരിച്ചു അത്രേ. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ നിന്നിട്ടും സ്ഥലം ബാക്കിയാണ് ബൈത്തുൽ മുഖദ്ദസിൽ. അത്ര വിശാലമാണ് പ്രിയപ്പെട്ടവരെ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തളത്ത് അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരം നടത്തി. ആ സമയത്ത് പ്രവാചകന്മാരോട് ചോദിക്കാനാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിനാ അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹതൻ യുഅബദൂ. അല്ലാഹു അല്ലാത്ത ബിംബങ്ങളെ, കല്ലുകളെ, മുള്ളുകളെ, കല്ലുകളെ, ബിംബങ്ങളെ ആരാധിക്കാൻ നബിയേ നിങ്ങൾ ചോദിക്കണം. ആ പ്രവാചകന്മാരോട് അവിടെ സമുദായത്തിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണമെന്ന് മുത്തുനബി തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ സമയം ഇതാണ്. ഇത്രയും പ്രവാചകന്മാരെ ഒരുമിച്ച് കിട്ടിയെങ്കിലല്ലേ ചോദിക്കാൻ പറ്റൂ. ആ കിട്ടിയ ദിവസം, ആ കിട്ടിയ സമയമാണ് ഇസ്രായിന്റെ സമയമെന്ന് ചരിത്രം പറയുകയാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ബുറാഖിനെ കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചു. ഇനി പോകാൻ തയ്യാറാകണം നബിയേ. ഇന്നവരാരും പോയിട്ടില്ലാത്ത അത്ഭുത ലോകത്തേക്ക് കടലിന്റെ കഷണമായ മുത്ത് റസൂലിതാ പോകാൻ പോവുകയാണ്. അതുകൊണ്ടല്ലേ എഴുതിയിട്ടും തീരാറെ അവസാനം കവികൾ അവസാനം പാടി പാടി തളർന്നു പറഞ്ഞത്, സുബാഹു സുദൂരി സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇനി എന്ത് പറയാനാണ്? ഒരു പ്രവാചകന്മാരും കടന്നു പോയിട്ടില്ലാത്ത അത്ഭുത ലോകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകാൻ തീരുമാനിക്കുമ്പോ എങ്ങനെ പോകുമെന്ന് അത്ഭുതത്തോടെ നബി തങ്ങൾ നോക്കിയിരിക്കുമ്പോ ബുറാക്കിലല്ല ആകാശ ലോകത്തേക്ക് പോയത്. പെങ്ങളെ, ആകാശ ലോകത്തേക്ക് പോയത് ബുറാക്കിലല്ല പ്രിയപ്പെട്ടവരെ, ബുറാക്കിലല്ല പോയത്. പിന്നെ പോയതെന്തിരെന്നറിയോ? മിഅ്റാജ് കൊണ്ടുവരികയാണ്. മിഅ്റാജ് കൊണ്ടുവരികയാണ്. മിഅ്റാജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? കോവണി എന്നാണ്. കോവണി എന്ന് പറഞ്ഞാൽ ഏണി. ലീഗുകാർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ. കോവണി എന്ന് പറഞ്ഞാൽ ഏണിയാണ്. ഏണി
അതിന്റെ അറബി വേർഡാണ് മിഅറാജ് എന്ന് പറഞ്ഞാൽ കോവണി എന്നാണ്, ഏണിപ്പടികൾ എന്നാണ് അർത്ഥം. മിഅറാജ് അർത്ഥം നോക്കാതെ മക്കൾക്ക് പേരിടരുത്. ഇന്ന് കുറെ ആളുകൾ ഫോൺ വിളിക്കും, ഉസ്താദേ എൻ്റെ വൈഫ് ലേബർ റൂമിലാണ്, ഒരു പേര് പറഞ്ഞു തരണം. അതിങ്ങനെ സ്ഥിരം വിളിക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പേരിടത്തുമില്ല. അവര് സുട്ടു കുട്ടു മുട്ടു എന്നൊക്കെ ഇടുക. ഒരു കുട്ടിയുടെ പേര് എന്താണ്, നഹാ ഫാത്തിമ എന്നാണ്. നിഷേധി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതൊന്നും ഇടാൻ പാടില്ല. ഒരു രസത്തിൽ ലോകത്താർക്കും ഇല്ലാത്ത പേര് എൻ്റെ മോക്ക് വേണമെന്ന താത്തമാരാഗ്രഹം. ലോകത്താർക്കും ആ പേരുണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ പേര് വേണമെന്നാണ് ആഗ്രഹം. അങ്ങനത്തെ പേര് തന്നെ ഇടാൻ വേണ്ടിയാണ് അവർക്ക് കൊതി. എന്നിട്ട് ഇങ്ങനെ തോന്നിവാസം ഇവിടെ എൻ്റെ അടിയിൽ ഫാത്തിമായ അഹമ്മദിനെ മുഹമ്മദിനെയൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. വലിയ പ്രയാസമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്നോട് ഇപ്പൊ പേര് ഇനി ആരും വിളിച്ചു ചോദിക്കണ്ട. ചോദിക്കുന്നവരോടൊക്കെ പറയുന്ന പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ, ഫാത്തിമ, ആമിന, ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. ആ പേര് തന്നെ ഉള്ളൂ. ലോകത്തിന് ആര് ചോദിച്ചാൽ ഈ 4 പേരെ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. ഇടോ ഇല്ലെന്ന് ഞാൻ നോക്കണമല്ലോ. അങ്ങനെയെങ്കിൽ ആ ഫോൺ കോളൊന്ന് നിൽക്കുമെന്നറിയാൻ വേണ്ടി ചോദിക്കാം. അവർക്ക് മനസ്സിലൊരു പേര് കണ്ടുപിടിക്കും. എന്നിട്ട് ചുമ്മാ ഉസ്താദിനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, ഞാൻ അവിടെ നിന്ന് പട്ടാമ്പിന്നാണ്, ഞാൻ അവിടെ വരവൂരിൽ നിന്നാണ്, ആ പേര് ഒന്ന് വേണം എൻ്റെ വൈഫിലെ. അപ്പോൾ ഭയങ്കര ഈമാനാണല്ലോ എന്നൊരു തോന്നൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില സഹോദരിമാര് പറയും എ കൊണ്ട് തുടങ്ങുന്ന പേര് വേണമെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ആദ്യം മോന്റെ പേര് വരുള്ളൂ എന്നാണ്. വേറെ അക്ഷരമാണെങ്കിൽ W ഒക്കെ ആണെങ്കിൽ ഏറ്റവും അവസാനം വരുള്ളൂ. അപ്പൊ ഇതൊക്കെ 7-ാം മാസം ആകുമ്പോഴേ താത്ത ഡയറി നോക്കി തീരുമാനിച്ചു വെക്കുകയാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാരിൽ ഇവിടെ വന്നവരിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. എവിടേക്കാണ് അള്ളാഹുവിന്റെ റസൂല് പോകാൻ പോകുന്നത്? ആകാശ ലോകത്തേക്കാണ്. ഏതാണ് ആകാശം പ്രിയപ്പെട്ടവരെ? ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആകാശം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തോ അത്ഭുതമാണ് ആകാശത്ത് നടക്കുന്നതെന്നറിയോ? നമ്മുടെ വീടിന്റെ മുകൾ ഭാഗത്ത് കയറിയിരുന്ന മുകളിലേക്ക് നോക്കുമ്പോ കാണുന്ന ഒരു ലോകമല്ല ആകാശമെന്ന് പറയുന്നത്. അതല്ല പ്രിയപ്പെട്ടവരെ, ആകാശമെന്ന് പറയുന്നത് അത് മുന്തഹത്തുറുഫാണ്. കാഴ്ചയുടെ പരമാവധി എന്താണോ അതാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്. ആകാശം അത്ഭുതമാണ്, ആകാശം അത്ഭുതമാണ്. അൽ അജായിബ് ഫീ മഖ്ലൂഖാത്തില്ലാ എന്ന് പറയുന്ന മനോഹരമായ കിതാബുണ്ട് ഗസാലി ഇമാമിന്. ആ കിതാബിനകത്ത് ആകാശത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആകാശത്തിലേക്ക് നോക്കിയാ 10 നേട്ടം അല്ലാഹു കൊടുക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ വിഷമം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. അവന്റെ മനസ്സിന്റെ സങ്കടം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. അല്ലാഹുവേ, ആകാശത്തിന്റെ നിറം പോലെ ലോകത്ത് മറ്റൊരു വസ്തുവിന് നിറമില്ല. ആകാശത്തിന്റെ നിലനിൽപ്പും ആകാശത്തിന്റെ താരകങ്ങളും ആകാശത്തിന്റെ സൂര്യനും ചന്ദ്രനുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ കഥ പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ. ആകാശത്തിന് 7 തട്ടുകളുണ്ടെന്ന് ലോകത്തോട് പറഞ്ഞതാരാ? ആകാശത്തിന് 7 തട്ടുകളുണ്ടെന്ന് ലോകത്തോട് പറഞ്ഞതാരാ? ശാസ്ത്ര ലോകമല്ല, ടോൾസ്റ്റോയ് അല്ല, ബർണാഷയല്ല, പിന്നെ ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് വന്ന ചിന്തകന്മാരല്ല. ആകാശത്തിന് 7 തട്ടുകളുണ്ടെന്ന് ആദ്യം പറഞ്ഞതാരാ? ഈന്തപ്പന പടികൾ കിടന്നിട്ട് മുതുകത്ത് അടയാളം വന്നു പോയ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എഴുതാൻ അറിയില്ല, പാരായണം ചെയ്യാൻ അറിയില്ല. ആ മുത്തുനബി തങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ആകാശത്തിന് 7 തട്ടുകളാണ്. ആരാ പറഞ്ഞു കൊടുത്തറന്നറിയോ പെങ്ങളെ? ആരാ പറഞ്ഞു കൊടുത്തറന്നറിയോ പെങ്ങളെ? അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്. നബിയെ പറഞ്ഞു കൊടുക്കണം. നബിയെ, ആകാശത്തെ 7 തട്ടുകളായി പടച്ചിരിക്കുകയാണ്. ആ ആകാശ ലോകത്തേക്ക് പോവുകയാണ്. മനുഷ്യൻ നിർമ്മിച്ചതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകമല്ലേ? മനുഷ്യൻ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടോ അത് മുഴുവനും നശിച്ചു പോയിരിക്കുകയാണ്. എന്ത് കണ്ടുപിടിക്കും അതൊക്കെ നശിക്കുകയാണ്. അള്ളാഹു പടച്ച ആകാശം നശിക്കുന്നില്ല, ഒരു അപാകതയും അതിന്റെ അകത്ത് വരുന്നില്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പറയുന്നതെന്താ? നല്ല ഇടിയും പെട്ടി നല്ല മഴ പെയ്യുമ്പോ അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് കയറിയിരുന്ന് പറയും, ഇനി 5 ദിവസത്തേക്ക് തുടർച്ചയായി മഴയുണ്ടാവാൻ സാധ്യതയുണ്ട്, എല്ലാവരും പേടിക്കണം. ആ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മഴ തീരും. ഇനി മഴ 5 ദിവസത്തേക്ക് വെയില്ല എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ കൊടുങ്കാറ്റും മഴയാണ്. ഇതൊക്കെ ആരാണ്? എന്റെ പ്രിയപ്പെട്ടവ, ഏത് മിഷനാണ്? നേപ്പാളിൽ ഇത്രയും ജനങ്ങൾ കെട്ടിടത്തിന്റെ ശിഷ്ടങ്ങൾക്കടിയിൽ നിന്ന് വലിച്ചൂരിയെടുക്കപ്പെടുമ്പോ ഏത് സിസ്റ്റമാണ്? അതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ സമയത്തിന് മുമ്പേ കണ്ടെത്തിയത്. ആർക്കും അതിന് കഴിയില്ല. അള്ളാഹുവിന്റെ അദാബ് അങ്ങനെ വരുമ്പോ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ വരുമ്പോ അത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ചില മഹാന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. സമസ്തയിൽ അവസാനം നടന്ന, ഇപ്പൊ നടന്ന സമ്മേളനമല്ല,
ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവർകൾ പിന്നെ പങ്കെടുത്ത സമസ്തയുടെ ഏറ്റവും അവസാന സമ്മേളനം. ആ സമ്മേളനത്തിൽ ശംസുൽ ഉലമയ്ക്ക് ഇരിക്കാൻ വേണ്ടി കസേര എടുത്തിട്ടിരിക്കുകയാണ്. ആ കസേരയിൽ ബഹുമാനപ്പെട്ടവർ ഇരിക്കുന്നില്ല. ആ സമ്മേളനത്തിന് പോയിട്ടുള്ള പ്രായം ചെന്നവർക്കൊക്കെ നല്ലതുപോലെ അറിയും, ബഹുമാനപ്പെട്ടവർ ആ കസേരയിൽ ഇരുന്നില്ല. അവിടെയാണ് സമസ്തയുടെ നായകൻ ഇരിക്കേണ്ടത്. ആ കസേരയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിനെ പിടിച്ചിരുത്തി ശംസുൽ ഉലമ മാറിയിരുന്നത് അടുത്ത ഈ ഒരു സമ്മേളനത്തിന് ഞാൻ ഉണ്ടാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പായിരുന്നു. മുന്നറിയിപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട കരിപ്പൂർ ഉസ്താദിന്റെ മൂത്ത പെൺകുട്ടി, ഏകദേശം ചെറിയ പ്രായം, ആ പ്രായത്തിൽ ഇവിടെ വല്യാപ്പായെ കാണാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടല്ലോ എന്നറിയില്ല, ഞാനത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. വല്യാപ്പായെ കാണാൻ വന്നപ്പോ വല്യാപ്പ ഇങ്ങനെ കിടന്ന കിടപ്പിൽ മൂത്രമൊഴിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു, കാർക്കിച്ചു തുപ്പുന്നു ഒക്കെ ചെയ്യുന്ന സമയം. ആ സമയത്ത് അദ്ദേഹത്തിന് പണ്ട് മുതൽ ഇത് തന്നെ ഡ്യൂട്ടി. കൊണ്ടുവന്നിട്ട് വല്യാപ്പയുടെ പുറമൊക്കെ ഒന്ന് ഇങ്ങനെ വൃത്തിയാക്കി കാലൊക്കെ ഒന്ന് പിടിച്ച് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് വല്യാപ്പ പറഞ്ഞു, മോളെനിക്ക് മൂത്രം ഒഴിക്കണം. അപ്പൊ അവിടെ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മോളെടുത്ത് കൊടുക്കുമ്പോ മൂത്രം കുട്ടിയുടെ പുറത്തൊക്കെ തെറിച്ചു വീണു. ആ സമയത്ത് വല്യാപ്പാടെ പ്രിയപ്പെട്ടവൾ വന്നിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു, ഈ കുട്ടിയല്ലേ, അത് ശരീരം മുഴുവനും ആയല്ലോ, കുട്ടി കരയുകയും ചെയ്തു. ആ സമയത്ത് അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ഈ മോളെ ഇൻഷാ അല്ലാഹ് ഞാൻ കെട്ടിച്ചു വിടും, നല്ല മോളാണ്. ആ ഒരു വാക്കാണ് 30 പവന്റെ സ്വർണം ആ പെൺകുട്ടിയുടെ നിക്കാഹിന്റെ സമയത്ത് കൊണ്ടുവന്ന് ഒരാൾ കൊടുത്തിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് നടക്കട്ടെ. ഒരു നാണയത്തുട്ടിന്റെ കടം ബഹുമാനപ്പെട്ടവർക്ക് ആ നിക്കാഹുമായി ബന്ധപ്പെട്ട് വന്നില്ല. അന്ന് വല്യാപ്പ പറഞ്ഞു, 7ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞില്ലടാ. ഇപ്പോഴാ എത്ര കൊല്ലമായി. അപ്പൊ അന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ, അത് കൽബിന്റെ അകത്ത് സീല് പോലെ പതിച്ചു വെച്ചിരിക്കുകയാണ്. 7ാമത്തെ വയസ്സിൽ അന്ന് ശരീരത്ത് മൂത്രം വീണപ്പോ ഞാൻ പറഞ്ഞില്ലടാ എവളെ ഞാൻ കെട്ടിക്കൊന്ന് എന്ന് ചോദിച്ചു ഈ ഇരിക്കുന്ന മനുഷ്യനോട്. അപ്പൊ നമുക്ക് അറിയില്ല മുന്നറിയിപ്പ്, അതിനുള്ള ത്രാണിയും കഴിവും ഒന്നും നമുക്കില്ല പ്രിയപ്പെട്ട. നമ്മളൊക്കെ വെറും 7ാം കൂലികളാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇതൊക്കെ പറയാനല്ലാതെ, അള്ളാഹു ഈ പറയാനുള്ള ഭാഗ്യം തന്നെ തന്നത് അൽഹംദുലില്ലാഹ് വലിയ ഖൈർ. അള്ളാഹു തആല നമുക്ക് നമ്മുടെ ഈമാൻ നമുക്ക് അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ആകാശലോകത്തിന്റെ മുന്നറിയിപ്പുകൾ അറിയാൻ അവർക്ക് കഴിയുന്നതാണ്. മഴ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞില്ലേ, എന്തുകൊണ്ടെന്നറിയോ? കോണിപ്പടിയില്ലാതെ മിഅ്റാജ് നടത്തിയ മഹാന്മാരാണ് അവരെല്ലാം. ബുറാഖില്ലാതെ പറന്നുപോയവരാണ്, കോണിപ്പടിയില്ലാതെ കയറി ചെന്നവരാണ്. അള്ളാഹു തീരുമാനിക്കുന്നതിന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നറിയിപ്പുകൾ പറഞ്ഞുവിട്ട മഹത്തുക്കളാണ്. അള്ളാഹുവേ, അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോ ഞങ്ങൾ തോറ്റുപോകുന്ന തമ്പുരാനെ, ഈ ജനപ്രളയം എവിടെ നിന്നാണ് തമ്പുരാനെ? ആരാണ് പടച്ചവനെ കൊണ്ടുവരുന്നത്? ആരാണ് ഈ ഭക്ഷണം മുഴുവനും കഴിക്കുന്നത്? റബ്ബേ, അള്ളാഹുവേ, നിന്റെ ഔലിയാക്കൾ തന്നെയാണ് വലിയവർ. അവരുടെ മുമ്പിൽ ഞങ്ങൾ ആരുമല്ല റബ്ബേ, അവരുടെ മുമ്പിൽ പാവപ്പെട്ട ഞങ്ങൾ ആരുമല്ല അല്ലാഹ്. അവിടുത്തെ കറാമത്ത് കൊണ്ട് ബറക്കത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നൊമ്പരങ്ങളും അല്ലാഹുവേ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഈ വന്നിരിക്കുന്നവരൊക്കെ അറിവില്ലാത്ത പാവപ്പെട്ടവരാണല്ലാഹ്. പടച്ചവനെ, അവിടുത്തെ ഹദറത്തിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വരവൂരിലേക്ക് ഹബീബായി സേവനം തീരുപോയ കാലശുഖമില്ലാതിരുന്ന പ്രിയപ്പെട്ട ഉസ്താദ് അന്ന് മുതൽ പിന്നെ എല്ലാ ആണ്ടിനും അൽഹംദുലില്ലാഹ് താൻ ഈ മനോഹരമായ ഹദറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടുപോയത്. അല്ലാഹു, എങ്ങനെ എത്ര ആലിമീങ്ങൾ ഈ കൈമഖാമിന്റെ അകത്ത് നല്ലതുപോലെ നിരത്തിരിക്കാൻ കഴിയാതെ കസേര ഇട്ടിട്ടിരുന്ന് എത്രയോ കാര്യങ്ങൾ ദുആ ചെയ്തു പോയ ബഹുമാനപ്പെട്ട മാത്തൂർ സാറ് ഒരു കാര്യവും വിടാതെ കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞ് പറഞ്ഞ്, അല്ലാഹുവേ സുഖമില്ല. ഞാൻ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു ചപ്പാത്തിയുടെ ഒരു അംശമെടുത്ത് വാക്കിലത്ത് വെച്ചിട്ട് 5 മിനിറ്റാണ് ബഹുമാനപ്പെട്ടവരെ ചോദിച്ചത്. നിങ്ങൾ ദുആ ഇറക്കണം അല്ലാഹുവേ, ഇനിയുള്ള വർഷങ്ങളിൽ ബഹുമാനപ്പെട്ടവർക്ക് ഇവിടെ വരാനുള്ള ദീർഘായുസ് കൊടുക്കണമല്ല. നമുക്ക് അത്ഭുത ലോകത്തെ കുറിച്ച് അറിയില്ല ചെറുപ്പക്കാരോ, നമുക്ക് ആ മഹാന്മാരുടെ അത്ഭുത ലോകത്തെ കുറിച്ച് അറിയില്ല ചെറുപ്പക്കാരാ. യൂട്യൂബിലൂടെ ഗൂഗിളിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്ത് തുണിയില്ലാതെ അടിനാടുന്ന കന്നുകാലികളെ കുറിച്ച് പഠിക്കാൻ സമയം ചെലവഴിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാരോ, വലിച്ചെറിയടാ. അതിനേക്കാളും വലിയ അത്ഭുത ലോകത്തേക്ക് യാത്ര ചെയ്തു പോയ ഈ മഹാന്മാരുടെ കാൽപ്പാടത്തിന്റെ
മരത്തിന്റെ ചോട്ടിൽ വന്നിട്ട് ഉമ്മയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കറിയുന്ന മക്കളെ പോലെ തേങ്ങിക്കിടന്നിട്ട് ആ പൊരുത്തത്തിന് വേണ്ടി കൈനീട്ടിക്കോ. അല്ലാഹുവേ, ഞങ്ങളുടെ യുവാക്കളെ നശിപ്പിക്കല്ല അല്ലാ, വഴിപിഴപ്പിക്കല്ല അല്ലാ, വഴിതെറ്റിക്കല്ല അല്ലാ. പരിണീമണികളായി ഈ മഖാമിന്റെ മുറ്റത്ത് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിൽക്കാനും ഇരിക്കാനും ഇടമില്ലാതെ ഈ ശബ്ദം ശ്രമിക്കുന്ന പാവപ്പെട്ട സഹോദരിമാര് നാളെ മറിയം ബീവി കയ്യാട്ടി നിൽക്കുന്ന സ്വർഗത്തിന്റെ അഹിലുകാരാക്കി പടച്ചവന് ഈ മഖാമിനോടുള്ള ആദരവിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാ. ഉത്തിയബിൽ മിഅ്റാജ് കൊണ്ടുവരികയാണ് കോണിപ്പടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ അല്ലാഹുവേ, ആ കോണിപ്പടിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. വാഹിദത്തുൻ മിൻ ഫിദ്ദ വഉഖറാ മിൻ ദഹബ്. ഒന്ന് വെള്ളിയാണ്, ഒന്ന് സ്വർണ്ണമാണ്. അടുത്ത സ്റ്റെപ്പ് ഒന്ന് വെള്ളിയാണ്, അടുത്തൊരു സ്വർണ്ണമാണ്. വജാനിബാഹു അഹദുഹുമാ മിൻ യാഖൂതത്തിൻ ഹംറാ. അല്ലാഹുവേ, ചുവന്ന യാഖൂത്ത് കൊണ്ടാണ് ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. വൽ ആഖറു മിൻ യാഖൂതത്തിൻ ബൈളാ. മറ്റൊന്ന് വെളുത്ത യാഖൂത്ത് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. എന്ത് രസമായിരിക്കും! അള്ള കൊടുത്തയച്ചതാണ്, അള്ള കൊടുത്തയച്ചതാണ്. നമ്മുടെ വീട്ടിലില്ല, നമ്മൾ കണ്ടിട്ടില്ല. അത് അവിടത്തേക്ക് മാത്രം മുത്ത് റസൂലിന് മാത്രം അല്ലാഹു കൊടുത്തതാണ് മിഅ്റാജ് എന്ന് പറയുന്ന കോണിപ്പടി. അതുകൊണ്ടാണ് ഇതിന് മിഅ്റാജ് എന്ന പേര് വന്നത്. അതിന്റെ അകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ കിടക്കുകയാണ്. നബി തങ്ങൾ തന്നെ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയട്ടെ, വസഇതു അന വജിബ്രീൽ. ഞാനും ജിബ്രീലും അതിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹുവേ, പടച്ചവനെ, ഒന്നാം ആകാശത്തെത്തുകയാണ്, ഒന്നാം ആകാശത്തെത്തുകയാണ്. എന്തോരത്ഭുതമാണ് റബ്ബേ! ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണ്. 1000 ദിവസം ഇസ്രാ മിഅ്റാജും പ്രസംഗിക്കാൻ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തീരൂല. ആ ചരിത്രം പറഞ്ഞു തീരൂല, ആ യാത്ര പറഞ്ഞു തീരൂല. അവിടെയാണ് മണിക്കൂറുകൾ കൊണ്ട് ആരംഭ റസൂലിനെ പടച്ചതമ്പുരാൻ കൊണ്ടുപോയിട്ട് മടങ്ങി വന്നത്. അല്ലാഹുവേ, ഒന്നാം ആകാശത്ത് ചെല്ലുകയാണ്. ആകാശം എത്തുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ഈ കാണുന്ന മുന്തഹത്ത് ഉറപ്പുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ കാഴ്ച എത്തുന്ന സ്ഥലമുണ്ടല്ലോ. അവിടെ എത്തുമ്പോ ദുനിയാവിൽ നിന്ന് മനുഷ്യൻ നോക്കുമ്പോ കാണുന്ന ഒരു ആകാശമുണ്ടല്ലോ. ആ ആകാശത്തിന്റെ ഉടമസ്ഥനായ ഒരു മലക്കവിടെ ഇരിക്കുന്നുണ്ട്, ഒരു മലക്കവിടെ ഇരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ നബിയേ, ഇത് സ്വാഹിബു സമാഇ ദുനിയാ. ദുനിയാവിൽ നിന്ന് മനുഷ്യൻ നോക്കുമ്പോ കാണുന്ന ആകാശത്തിന്റെ മലക്കാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുകയാണ്. എന്നിട്ട് ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീൽ, ഈ മലക്ക് എപ്പോഴെങ്കിലും ദുനിയാവിലേക്ക് ഇറങ്ങി വരുമോ? ഈ മലക്ക് എപ്പോഴെങ്കിലും ദുനിയാവിലേക്ക് ഇറങ്ങി വരുമോ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയാൻ കുറച്ച് അടയ്ക്കുകയാണ്. ഈ മലക്കെപ്പോഴെങ്കിലും ദുനിയാവിലേക്ക് ഇറങ്ങി വരുമോ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, എന്തേ ഒന്നും മിണ്ടാത്തൊരു ജിബ്രീലേ? ജിബ്രീൽ പറയുന്ന, നബിയേ, അങ്ങ് വഫാത്താകുമ്പോ ഈ മലക്ക് ഇറങ്ങി വരും നബിയേ. അങ്ങ് ലോകത്തോട് വിട പറയുമ്പോ ഈ മലക്ക് ദുനിയാവിലേക്ക്, മദീനത്തേക്ക്, അങ്ങയുടെ അരികിലേക്ക് ആദ്യമായി ഇറങ്ങി വരും നബിയേ. ആരംഗം ജിബ്രീലിന് പോലും പറയാൻ പേടിയാണ്. കാരണമെന്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്ന് മുത്തുനബിതങ്ങൾ പോവുക എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് ആർക്കും സഹിക്കാൻ കഴിയാത്ത രംഗമാണ്. നബിയേ, ആകാശത്ത് കാണുന്ന ഒന്നാമത്തെ ദുനിയാവിന്റെ ആകാശത്ത് കാണുന്ന മലക്ക് ഇറങ്ങി വരുന്നത് അങ്ങ് ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവിടെ നടത്ത ലോകത്തേക്ക് യാത്ര പോവുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഒന്നാം ആകാശത്തേക്ക് എത്തുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടുപോയത് അവിടെയാണ്. പിന്നെ ഒരുപാട് അത്ഭുതം കണ്ടത് 7ാം ആകാശവും അതിനപ്പുറവുമാണ്. 1ാം ആകാശത്ത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടുപോയതെന്താ?
ആദം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. അബൂന അബുൽ ബസർ ആദം നബി അലൈഹിസ്സലാം. വാപ്പയെ മറന്നു പോകരുത്. അലൈഹിസ്സലാം പറയണം അബൂന അബുൽ ബസർ ആദം. നമ്മുടെ വാപ്പയാ, തന്തയ്ക്ക് പിറന്നവരാ നമ്മൾ, അല്ലേ? തന്തയില്ലാത്തവരല്ലല്ലോ, തന്തയ്ക്ക് പിറന്നവരാ. അങ്ങനെ തന്തയ്ക്ക് പിറന്നവരാണെങ്കിൽ അലൈഹിസ്സലാം എന്ന് പറയണം. അബൂന അബുൽ ബസർ ആദം. ആ കാര്യം പറയുമ്പോൾ പേടിയുണ്ട്. ഞാൻ മുനവർലി തങ്ങളോടൊപ്പം കർണാടകയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഈ പരമാവധി ചില മലയാളവും തമിഴൊക്കെ മിക്സ് ചെയ്ത ഭാഷയാണ്. അപ്പൊ മുനവർലി തങ്ങൾ അവിടെ എത്തിയിട്ട് മൂപ്പര് സ്വാഗത ഭാഷണം നടത്തിയ ഒരാള്, ഇവിടെ പിന്നെ എല്ലാ ദിവസവും ഷൗക്കത്താണ് സ്വാഗതം പറയണം, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. സ്വാഗത പ്രസംഗം നടത്തുന്ന ആള് പറയാണ്, ഇവിടെ ഇരിക്കുന്ന മുനവർലി തങ്ങളുടെ തന്തൈ ഞാൻ പരിചയമുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിച്ച മുനവർലി തങ്ങൾ എന്നോട് പറയാ രഹസ്യമായിട്ട്, ഇത്രയും കഷ്ടപ്പെട്ട് എന്നോട് കൊണ്ടുവന്നിട്ട് എന്റെ തന്തയെ വിളിച്ചല്ല വാക്കവി എന്ന് പറഞ്ഞു. അവര് തന്തൈ എന്ന് പറഞ്ഞ ബഹുമാനത്തോടു കൂടി പറയുന്ന വാക്കാണ്, വളരെ ആദരവോടുകൂടി പറയുന്ന വാക്ക്. പക്ഷേ അത് ചില സ്ഥലത്ത് അങ്ങനെ ആദരവോടുകൂടി പറഞ്ഞാൽ അത് ലാസ്റ്റ് ആദരവായിരിക്കും, പിന്നെ വലിയ പാടാണ്. അതുകൊണ്ട് തന്ത എന്ന വാക്ക് കേട്ടപ്പോൾ അറിയാതെ അലൈഹിസ്സലാം പറഞ്ഞല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നോക്കുമ്പോ വലതുഭാഗത്തേക്ക് നോക്കിയിട്ട് ആദം നബി അലൈഹിസ്സലാം ചിരിക്കുന്നു. ഇടതുഭാഗത്ത് നോക്കിയിട്ട് ആദം നബി അലൈഹിസ്സലാം കരയുകയാണ്. നബി തങ്ങളോട് പറഞ്ഞു ജിബ്രീല്, നബിയെ വലതുഭാഗത്തിരിക്കുന്നവര് സ്വർഗത്തിലാണ്, ഇടതുഭാഗത്തിരിക്കുന്നവര് നരകത്തിലാണ്. ആദം നബിയുടെ സന്തതികളാണ്. അതാണ് കരഞ്ഞുപോയത്, അതാണ് കരഞ്ഞുപോയത്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. വലതുഭാഗത്തിരിക്കുന്നവര് സ്വർഗത്തിലും ഇടതുഭാഗത്തിരിക്കുന്ന നരകത്തിലും എന്ന് പറഞ്ഞപ്പോ ഇവർക്ക് വലിയ സന്തോഷമായി. അൽഹംദുലില്ലാഹ്. അതല്ല, അതൊരു വലതുവശത്തെയോ ഇടതുവശത്തെയോ കുറിച്ച് ഇവിടെ പറഞ്ഞതല്ല, അതൊരു കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിനെയും കുറിച്ച് പറഞ്ഞ ഭരണത്തെ കുറിച്ച് പറയാൻ എനിക്ക് പേടിയാ. മറ്റേ ആൾ അന്നൊക്കെ ഇന്ത്യയിൽ വരുമോ അന്നൊക്കെ പെട്രോളിനും ഡീസലിനും വില കൂട്ടും. ഇന്ന് രാത്രി 12 മണിയിൽ 3 രൂപ വീണ്ടും കൂട്ടിയിരിക്കുക. മൂപ്പരെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാ. ആരാണ് എത്തിയെന്ന് നിങ്ങൾക്ക് ഞാൻ പറയണ്ടല്ലോ, അറിയാം. ഇന്ന് രാത്രി മുതൽ 12 മണി മുതൽ 3 രൂപ 50 പൈസ കൂടുക. പോത്ത് വാങ്ങിക്കൊണ്ട് വരണേനും കാശാണല്ലോ വല്യാപ്പ. ദൂരെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ 3 രൂപ വീണ്ടും ഈ ആണ്ടിന് എന്റെ കൂട്ടി റബ്ബേ. അപ്പൊ ഒന്നും കുറയുന്നില്ല, മൊത്തം ഇങ്ങനെ ചെലവിന്. സാധാരണ വാങ്ങണ പോത്ത് പോലും നല്ല. ഇപ്പോ കഴിഞ്ഞതിനൊക്കെ നമ്മൾ 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ജല്ലിക്കെട്ട് സൂപ്പർ പോത്തിനെ കിട്ടും. ഇപ്പൊ 1 ലക്ഷം രൂപ കൊടുത്താൽ ഇന്നലെ കൊണ്ടുപോയി ഒരു കിടാവിനെ പോലെ ചെറിയൊരു സാധനം അത്രേ ഉള്ളൂ. 75,000-80,000 രൂപ. പോത്തിന് വിലയില്ല എന്ന് പറഞ്ഞ പോത്ത് ഇപ്പൊ സ്റ്റാറായി. അതൊക്കെ വലിയ പരീക്ഷണമാണ്. എന്ത് പരീക്ഷണം വന്നാലും 2500-3000 കിലോ. ഞാൻ പറഞ്ഞു വന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലതുഭാഗത്തിരിക്കുന്നവരെ സ്വർഗത്തിലും ഇടതുഭാഗത്തിരിക്കുന്നവരെ നരകത്തിലുമാണ്. അതുകൊണ്ട് വലത്തേക്ക് നോക്കി ചിരിച്ചു, ഇടത്തേക്ക് നോക്കി ബഹുമാനപ്പെട്ടവരെ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന, നബിയേ ഇവിടെ അങ്ങോട്ട് പോകുമ്പോ കുറെ നരകത്തിന്റെ കാഴ്ചകൾ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ഇനി കാണാൻ പോകുന്ന ചില കാഴ്ചകളുണ്ടല്ലോ. ആ കാഴ്ചകൾ എന്തെന്നറിയുമോ നബിയേ? ആ കാഴ്ചകൾ എന്തെന്നറിയുമോ നബിയേ? അത് അല്ലാഹു ഈ ലോകത്തിലും മനുഷ്യർ മരണപ്പെട്ടു പോകുമ്പോ അവരെ കബറിന്റെ അകത്ത് അവരുടെ പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ കൊടുക്കുന്ന അദാബാണ് നബിയേ. ഇനി അങ്ങ് കാണാൻ പോകുന്നത് പഠിച്ചുകൊണ്ടിരിക്കുക. സമയക്കുറവായത് കൊണ്ട് വളരെ അപൂർവം ചില അദാബുകളെ കുറിച്ച് മാത്രം പറയാ. അല്ലാഹുവിന്റെ റസൂല് കണ്ടുപോയ എല്ലാ അദാബുകളും അവിടെ പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അവരുടെ മുമ്പിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ ഭക്ഷണം ഇരിക്കുന്നുണ്ട്, മനോഹരമായ മാംസം ഇരിക്കുന്നുണ്ട്, നല്ലതുപോലെ കഴിക്കാൻ അവർക്ക് വിശപ്പുണ്ട്. പക്ഷേ ആ മനുഷ്യരത് കഴിക്കാൻ തുടങ്ങുമ്പോ പുഴുപ്പ് മാറുന്ന ദുർഗന്ധമുള്ള ഭക്ഷണമറോ ആ മലക്കുകൾ കൊണ്ട് വന്ന് മനുഷ്യന്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. തിന്നടാ, ഇത് തിന്നടാ എന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടം വന്നുപോയി. ജിബ്രീലേ, വിശന്ന് വലഞ്ഞിട്ടവര് നല്ല ഭക്ഷണം കഴിക്കാൻ കൊതിക്കുമ്പോ, ആ ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുമ്പോ അത് കൊടുക്കാറ് പൊടുത്തു നാറുന്ന മാംസം എന്തിനാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറയുന്നു, നബിയേ ഇവരാരെന്നറിയോ നബിയേ? ഇവരാരെന്നറിയോ നബിയേ? വരവൂരാണ്ട് നേർച്ചയ്ക്ക് ഒരുങ്ങി വന്ന പെൺകുട്ടിയെ വീട്ടിന്റെ അകത്തിരുന്ന് ലിഫ്റ്റിക്ക് പുരട്ടാറ് വല്യാപ്പാടെ മുമ്പിൽ വരാൻ തോന്നാത്ത പെണ്ണ്, വീടിനകത്തിരുന്ന് ലിഫ്റ്റിക്ക് പുരട്ടാറ് വല്യാപ്പാന്റെ അടുത്ത് വരാൻ തോന്നാത്ത പെണ്ണ്,
നിനക്കുള്ള ഭക്ഷണമാണ്, നിനക്കുള്ള ഭക്ഷണമാണ്, നിനക്കുള്ള ഭക്ഷണമാണ്. പരവൂരിൽ ആണ്ടിൽ വരാൻ വേണ്ടി വീടിന്റെ അലമാരയുടെ അകത്തളത്തിരുന്ന് കാലിന്റെ വണ്ണം കാണുന്ന, ശരീരത്തിന്റെ ഒടിവും വടിവും കാണുന്ന, ശരീരത്തിന്റെ പവർ കാണുന്ന വിലപ്പെട്ട വസ്ത്രം അലമാരയുടെ അകത്തളത്തിരുന്ന് അണിഞ്ഞിട്ട് ആടിയും പാടിയും വല്യാപ്പാന്റെ ചോറ് കിടക്കാമെന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? പൊന്നുമോളെ, പൊന്നുമോളെ, നിനക്കല്ലാഹു വെച്ചിരിക്കുന്ന ഭക്ഷണമാണത്. അല്ലാഹുവിന്റെ റസൂലേ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്ന ഹൗലായി ഖൗമുൻ മിൻ ഉമ്മത്തിക യതറകൂനൽ ഹലാൽ വയകുലൂനൽ ഹറാം. സ്വന്തം ഭാര്യയുണ്ട്, സ്വന്തം ഭർത്താവുണ്ട്, ആ ഹലാലായതിനെ കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഹറാമായ ബന്ധം തേടി പോയവരാണ് നബിയേ. ചുരുക്കത്തിൽ അവർ വ്യഭിചാരികളാണ് നബിയേ. വ്യഭിചാരിണികളെന്ന് പറഞ്ഞാൽ ആരാ പെങ്ങളെ, ആരാ പെങ്ങളെ? വീട്ടിന്റെ അകത്തിരുന്ന് തെറുക്കി പഠിച്ചുകൊണ്ട് ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി നടന്നു വരുമ്പോ ഈ വരിയിൽ കൂനിക്കുന്ന ചെറുപ്പക്കാര് മൂക്കുകൊണ്ട് നിന്റെ ശരീരത്തിൽ അടിച്ചിരിക്കുന്ന സുഗന്ധത്തിന്റെ ദ്രവ്യമൊന്ന് ആസ്വദിച്ചു പോയാൽ പെണ്ണെ, നീയും വ്യഭിചാരിയുടെ ലിസ്റ്റിലാണ്. മറക്കണ്ട പൊന്നുമോളെ, നീ പറയുമല്ലോ അപ്പൊ പിന്നെ ഉസ്താദേ ഒരു സന്തോഷവും നമുക്ക് ലോകത്തില്ലേ ഉസ്താദേ, ഒരു സുഖവും നമുക്ക് ലോകത്തില്ലേ ഉസ്താദേ? എന്ത് സുഖമാ പൊന്നുമോളെ നിനക്ക് വേണ്ടത്, എന്ത് സുഖമാ പൊന്നുമോളെ നിനക്ക് വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പെണ്ണ് അയ്യുമായും തന്റെ ഭർത്താവിന്റെ പൂർണ്ണമായ തൃപ്തിയോട് ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ടു പോയോ ആ പെണ്ണിന് സ്വർഗമാണെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണ് ഗർഭവതിയായി പ്രസവിച്ചാൽ 1000 ഷഹീദിന്റെ കൂലിയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണ് ഒരു രാത്രി ഭർത്താവിനെ ഒന്ന് സന്തോഷിപ്പിച്ച നേരം പുലരുന്നത് വരെ ആകാശലോകത്ത് പറന്നു പോകുന്ന പറവകൾ പൊന്നുമോളെ, പൊന്നുമോളെ നിനക്ക് ദുആ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. കുളിപ്പിക്കാൻ ഒരുക്കിയ പ്രിയപ്പെട്ട കുന്നോമന മക്കളുടെ തലയിലൊരു പെണ്ണ് എണ്ണ തേച്ചു കൊടുത്താൽ അല്ലാഹുവേ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. മക്കൾ ധരിച്ച വസ്ത്രമലക്കി കൊടുക്കുന്ന വരവൂരിലെ പെങ്ങളെ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പൊന്നുമോളെ, പിന്നെ എന്ത് സുഖമാ നിനക്ക് വേണ്ടത്? നിനക്ക് ഒരുങ്ങിച്ചമഞ്ഞ് നടക്കണമോ? നിനക്ക് പട്ടാമ്പി ഫെസ്റ്റിന് പോകണമോ? നിനക്ക് കൊണ്ടോട്ടി ഫെസ്റ്റിന് പോകണമോ? നിനക്ക് പൂരപ്പറമ്പിൽ പോകണമോ? നിനക്ക് വരവൂര് മക്കാവിലെ ആണ്ട് നേർച്ച ആർഭാടപൂർവ്വം നടത്തണമോ? എന്റെ പൊന്നുമോളെ, നിനക്ക് ഇസ്ലാമിന് സ്ഥാനമില്ല മോളെ, നിനക്ക് അല്ലാഹുവിന്റെ ദീനിന് സ്ഥാനമില്ല. അങ്ങനെ ചിന്തിക്കുന്ന പെണ്ണിന് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് ഉടുത്തു നാറുന്ന മാംസാഹാരം എനിക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് തലതിരിക്കുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാര് വന്ന് വായ തുറന്ന് തകത്തേക്ക് കുത്തിയിറക്കുമ്പോ ദുർഗന്ധം കാരണം ഛർദിച്ച് പുറത്തേക്ക് കളന്ന് വീണ്ടും വാരി വാക്യകത്തിരക്കുന്നതാരെന്നറിയോ? അവര് വ്യഭിചാരികളോ? എന്റെ വരവൂരിലെ ചെറുപ്പക്കാരോട് പറയുകയാണ്, വരവൂര് മക്കാമിലേക്ക് നടന്നു വരുന്ന പെൺകുട്ടിയെ അറിയാറെന്ന് വികാരത്തോടുകൂടി നോക്കിപ്പോളോ പൊന്നുമോനെ, നിനക്ക് അല്ലാഹു തിന്നാൻ തരുന്നത് പുതുക്കനാറുന്ന മാംസാഹാരമാണ് പരലോകത്ത്. മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ, മറക്കല്ലേ ചെറുപ്പക്കാരാ, മറക്കല്ലേ. ഇന്നലെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇന്ന് ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്താദേ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഞങ്ങളൊക്കെ യുവാക്കളാണ്, ഞങ്ങളുടെ മനസ്സൊക്കെ തെറ്റിപ്പോകുന്നവരാണ്, ഞങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. വല്യാപ്പാന്റെ ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ നിൽക്കുമ്പോ എന്റെ മുമ്പിലൂടെ എത്രയോ സുന്ദരികളായ പെൺകുട്ടികൾ നടന്നുപോയതാണ്. ഞാൻ നോക്കിയില്ല ഉസ്താദേ. അവസാനം ഒരു കാണാൻ മുൻപുള്ള ഒരു പെണ്ണ് പോയപ്പോ അറിയാതെ എന്റെ കണ്ണാ ശരീരത്തിലൊന്ന് പതിഞ്ഞു പോയപ്പോ ആ സമയത്താണ് ഉസ്താദ് മൈക്കിലൂടെ പറഞ്ഞ വാക്കിന്റെ കാതിലെത്തിയത്. അല്ലാഹുവേ, വല്യാപ്പാട് പൊരുത്തം വേണമോ ശാപം വേണമോ? അത് കേട്ടിട്ട് പേടിച്ചു പോയി സാറേ. പിന്നെ ഞാനിനി മരിക്കുന്നത് വരെ എന്റെ പ്രിയപ്പെട്ടവളെല്ലാറ്, എന്റെ ഉമ്മച്ചിയെല്ലാറ്, എന്റെ പെൺമക്കളെല്ലാറ്, എന്റെ പെങ്ങളെല്ലാറ് ഞാൻ മെഹ്റാമിലേക്ക് നോക്കൂലാന്ന് പറയുമ്പോ അങ്ങനെയുള്ളവരാകണം നജുവീറിന്റെ മക്കള്, അമ്പകുന്നിന്റെ മക്കള്, വരവൂരിന്റെ മക്കള്, ആഭാസത്തിന്റെ മക്കളാകല്ലേ, ആർഭാടത്തിന്റെ മക്കളാകല്ലേ, വ്യഭിചാരത്തിന്റെ മക്കളാകല്ലേ, ആനന്ദത്തിന്റെ മക്കളാകല്ലേ. നമുക്ക് സുഖമല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്? നമുക്ക് രസമല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എവിടെയാണ്?
മനോഹരമായ മുത്തുമാണിക്യം പോലെ അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്ന ഹൂറിയങ്ങളാണ് ചെറുപ്പക്കാരാ നിനക്ക് വേണ്ടത്. അള്ളാഹുവിനെ കൊണ്ടുവന്ന് നടക്കുമ്പോ സ്വർഗത്തിന്റെ ഹൂറിയങ്ങൾ ദുനിയാവിലേക്ക് ഇറങ്ങി വന്നെന്ന് മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ടവരടക്കുമ്പോ നിബിധങ്ങൾ ചിരിച്ചു. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, സ്വർഗത്തിന്റെ ഹൂർലിങ്ങൾ ഇവിടെ ഇറങ്ങി വന്നു എന്റെ സഅദിനെ സ്വീകരിക്കാൻ. നമ്മൾ അങ്ങനെ മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് കഴിയും. നമ്മൾ എന്തൊക്കെ ലോകത്ത് നേടിയെടുത്തവരാ, നമുക്ക് എന്തേ കഴിയാത്തത്, എന്തേ സാധിക്കാത്തത്, എല്ലാം കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ. നമ്മുടെ ഖൽബിൽ അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. സ്വസ്ഥതയും സന്തോഷവും അള്ളാഹു തരട്ടെ. ഒന്നാമത്തെ വിഭാഗം അതാണ്. എൻ്റെ ഈ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ സങ്കടത്തോടു കൂടി പറയാണ്, അള്ളാഹുവിന്റെ അദാബ് എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. പെങ്ങളെ, എപ്പോഴാണ് അള്ളാഹുവിന്റെ ദുരന്തം വരികയാണെന്നൊന്നും പറയാൻ പറ്റൂല. എൻ്റെ നാട്ടിൽ ആറ്റിങ്ങൽ മണനാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഇഫ്ദിന് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മോൻ മരണപ്പെട്ടു പോയത് നിങ്ങളൊക്കെ പത്രത്തിലൂടെ അറിഞ്ഞു കാണും. വാടക വീടിന്റെ മുറ്റത്ത് ഊഞ്ഞാല് കെട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇളയ മോൾ ഇങ്ങനെ ഇക്കായ ആട്ടിക്കൊടുക്കുകയാണ്. എനിക്ക് മക്കളൊക്കെ കളിക്കുമ്പോഴും കുസൃതി കാണിക്കുമ്പോഴൊക്കെ പേടിയാണ്. വല്യാപ്പാന്റെ കറാമത്ത് കൊണ്ട് അള്ളാഹു അവരെ കാത്തിരക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മുടെ മക്കളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരല്ലേ. 24 മണിക്കൂറും മക്കളോടൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റുമോ? മക്കളെ നോക്കാൻ നമുക്ക് പറ്റുമോ? അതൊരു അത്ഭുതകരമായതെന്ന് വളരെയാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ മക്കളെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ മക്കളെ ഇന്നലെ ഇതിനകത്ത് കൊണ്ട് കയറ്റിയപ്പോ ദ്വാ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇളയ മോൻ പറഞ്ഞു അത്രേ, മൂന്നാമത്തെ മോൻ പറഞ്ഞു അത്രേ, എണ്ണതാന്ന് സമയമായി എന്ന് പറയാം. അത് സാധാരണ വീട്ടിൽ അവർ എണ്ണ കുടിക്കുന്നവരാണോ? അല്ല. ഇവിടെ വരുമ്പോ അവർക്ക് തോന്നുകയാണ്, നിനക്കൊരു സങ്കടം തരാ തീരുമാനിച്ച ഒരു ലിപ്സ്റ്റിക്കിന് വരെ തടഞ്ഞു നിർത്താൻ പറ്റൂല, ഒരു ഇന്ദുരേഖയ്ക്ക് വരെ തടഞ്ഞു നിർത്താൻ പറ്റൂല, ഒരു സീരിയലിന് വരെ തടഞ്ഞു നിർത്താൻ പറ്റൂല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇനി കാണൂല ഇനി കാണൂല റബ്ബേ. ഇനി മോഡൽ വസ്ത്രങ്ങൾ ധരിക്കൂല റബ്ബേ. ഇനി ഹറാമുകൾ ചെയ്യൂല അല്ലാ. ഒരിക്കലും ആ രീതിയിലേക്ക് കടക്കൂല അല്ലാ. ഒരു മഖാമിന്റെ ഹദറത്തിൽ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു ദുആ ചെയ്തു. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത രംഗം കാണുകയാണ്. രണ്ടാമത്തെ എന്താണ്? അത് ഏതാണെങ്കിലും അതിൽ നിന്ന് ഞാൻ പിന്മാറുമെന്ന് തീരുമാനിക്കണം ചെറുപ്പക്കാരാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മറർതു ബിഖൗമിൻ ലഹും അൽഫാറും മിൻ ഹാസ്. ചെമ്പിന്റെ നഖങ്ങളുണ്ട്. യഹ്മസൂന വുജൂഹും വസുദൂറഹും, മുഖവും നെഞ്ചും മാന്തി പിളർക്കുകയാണ്. ചെമ്പിന്റെ നഖങ്ങൾ. ടിഷ്യൂ പേപ്പർ ഉണ്ടാന്ന് നോക്കുന്നു. ടിഷ്യൂ പേപ്പറോ കർച്ചീഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സഹോദരന് സുഖമില്ല, ഹോസ്പിറ്റലിൽ ആംബുലൻസ്. ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ. പട്ടാളം അവിടെ പോയി. പട്ടാളം പോയോ? ചെമ്പിന്റെ നഖങ്ങളുണ്ട്. മുഖവും നെഞ്ചും ഇങ്ങനെ മാന്തി പിളർക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ചോദിച്ചു, മൻ ഹൗലായ ജിബ്രീൽ, പഠിച്ചോ പെങ്ങളെ, പഠിച്ചോ സഹോദരാ, അതാരാണെന്ന് പഠിച്ചോ സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാണ് ജിബ്രീലേ? ഇവരാരാണ് ജിബ്രീലേ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്ത്, ഹൗലായില്ലദീന യഅകുലൂന ലുഹൂമന്നാസ്, അവർ ജനങ്ങളുടെ മാംസം തിന്നുന്നവരാണ്. വയഖഊന ഫീ അഅറാദിഹിം, ജനങ്ങളുടെ മാംസം തിന്നുന്നവരും അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവരുമാണ്. ജനങ്ങളുടെ മാംസം തിന്നുന്നവരെന്ന് പറഞ്ഞാൽ ഫസാറും ഈബത്തും പറയുന്നവർ, ജനങ്ങളെ കുറിച്ച് പച്ചക്ക് കളവ് പറയുന്നവർ, തെറി പറയുന്നവർ, ആഭാസത്തിന്റെ സംഭാഷണർ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. ഏതൊരു പെണ്ണിനെ കുറിച്ച് ഈബത്ത് പറഞ്ഞോ, ഏതൊരാണിനെ കുറിച്ച് ഫസാദ് പറഞ്ഞോ, അവർ നിനക്ക് പൊരുത്തപ്പെട്ട് തരുന്നത് വരെ ഈമാനോടുകൂടി നീ മരിക്കൂല എന്നൊരു യാഥാർത്ഥ്യമായ മുത്ത് റസൂലിന്റെ വാക്കാണ്, മറക്കല്ലേ. ആരെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത്, അവർ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പൊരുത്തം ചോദിക്കുന്നത് വരെ അല്ലാഹുവേ ആ പറഞ്ഞ വ്യക്തിയുടെ അരികിലേക്ക് പോയി, ആരെ കുറിച്ച് പറഞ്ഞോ ആ വ്യക്തിയുടെ അരികിലേക്ക് പോയി പൊരുത്തം ചോദിക്കുന്നത് വരെ
സഹോദരന്മാര്, നിങ്ങളുടെ പാപം അല്ലാഹു പൊറുക്കില്ല, നിങ്ങൾക്ക് നല്ല മരണം അല്ലാഹു തരില്ല, നിങ്ങളുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു സ്വീകരിക്കൂല. വളരെ ശ്രദ്ധിക്കണം. അത് സഹോദരിമാര് സംഭാഷണം വളരെ ശ്രദ്ധിക്കണം. ഒരു ഫസാദും ഒരു ഗീബത്തും നിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ഒരാളെ പോലും കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരാളെ കുറിച്ച് പോലും കളവ് പറയാൻ പാടില്ല. ഒരാൾക്ക് പോലും ഇഷ്ടമില്ലാത്ത വർത്തമാനം പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയല്ലേ? അബൂജഹൽ സുഖമില്ലെന്ന് പറഞ്ഞപ്പോ ഓടിപ്പോയി മുത്ത് റസൂൽ. പൂപോലെ മനസ്സിന്റെ ഉടമ, ആ പൂപോലെ മനസ്സിന്റെ പ്രകാശമാണ് പാണക്കാട് കുടുംബത്തിനും സയ്യിദന്മാർക്കും കിട്ടിയിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളെ കാണാമെന്നാലും ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെന്ന പൂന്തന്നൽ, ശിഹാബ് തങ്ങളെന്ന പൂന്തന്നൽ ഇന്ന് വരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനൊരു ഈമാനല്ല പ്രിയപ്പെട്ടവരെ, പക്ഷെ ഞാൻ സുന്നത്ത് ജമാഅത്തുകാരനാണ്. അഹ്ലുബൈത്തിന് ഞാൻ സ്ഥാനം കൊടുക്കുന്ന എന്റെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കൊക്കെ രണ്ടാം സ്ഥാനമാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പോലും രണ്ടാം സ്ഥാനമാണ്. എന്റെ കൽവിന്റെ കത്താനവരെ ഞാൻ ഇരുത്തിയിരിക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, മുത്തിന്റെ പ്രകാശം അവരിലൂടെ പാവപ്പെട്ട ജാഹിലീകളായ ഞങ്ങൾക്ക് തരണേ അല്ലാ, തരണേ അല്ലാ, തരണേ അല്ലാ. വേറൊന്നുകൊണ്ട് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല സഹോദരങ്ങളെ. നമുക്ക് ഇവിടെ ഒരുപാട് ഹൈന്ദവരുണ്ടല്ലോ. സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഒരു ബൈത്തുർ റഹ്മയ്ക്ക് ചാവി കൊടുത്തത് ആർക്കാന്നറിയോ? വീടില്ലാത്തതിന്റെ പേരിൽ ദിവസം അമ്മയും അച്ഛനും തമ്മിൽ അടിപിടി കൂടുമ്പോ ആ അടിപിടിയുടെ പേരിൽ കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്ന അച്ഛൻ 3 വയസ്സുള്ള മോളെ ശരീരത്തിലേക്ക് തിളച്ച എണ്ണ എടുത്തൊഴിച്ചു കൊടുത്തു. ശരീരം പൊള്ളി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ആ കുടുംബ കലഹം തീർക്കാൻ സ്വാദിഖലി ശിഹാബ് തങ്ങൾ ബൈത്തുർ റഹ്മയുടെ ചാവി ആ പൊന്നുമോളെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതൊരു മുസ്ലിം ഉമ്മ പ്രസവിച്ച മോളല്ല, അതൊരു മുസ്ലിം വാപ്പാന്റെ മോളല്ല. അള്ളാഹു ആ സാഹോദര്യം വരവൂരിലൂടെ അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. വരവൂരിലെ മാണിക്യം എന്ന് പറയുന്ന നമ്മുടെ ശരീവിക്കാട് മോനൊക്കെ പാടിയ ഒരു പാട്ട് കാസറ്റ് ഇവിടെ വിൽപ്പനയുണ്ട്. ആ കാസറ്റ് ഇന്നലെ ഞാൻ കൊണ്ടുപോയപ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് എഴുതിയിരുന്ന 2 വരി ഞാൻ വായിച്ചു നോക്കി. വരവൂരിലൂടെ ആ വസന്തം പൂത്തുലയട്ടെ, വരവൂരിലൂടെ ആ സാഹോദര്യം പൂത്തുലയട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒരു സംശയം ആ കാര്യത്തിലില്ല. ആരൊക്കെ അത് തകർക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ ഏതൊക്കെ രൂപത്തിലൂടെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇൻഷാ അല്ലാഹ് വരവൂര് വല്യാപ്പാന്റെ കറാമത്തുണ്ടെങ്കിൽ അജ്മീറിന്റെ സാഹോദര്യം വരവൂര് മണ്ണിൽ പൂത്തുലേക തന്നെ ചെയ്യും. ഏത് ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ പൊട്ടിച്ചാലും, ഏത് ബൈക്കിന്റെ ട്യൂബ് പൊട്ടിച്ചാലും, ഏത് വാഹനത്തിന് കല്ലെറിഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ ആ സാഹോദര്യം അവര് വന്നിട്ട് അവസാനം വല്യാപ്പാണ്ട് പൊരുത്തം ചോദിക്കുന്ന സാഹോദര്യമായി മാറും. അതിൽ ഒരു സംശയവും ആർക്കും വേണ്ട. വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. ഈ കിടക്കുന്ന അള്ളാഹുവിന്റെ വലിയാണെങ്കിൽ അതൊരു സംശയവും ആർക്കും വേണ്ട. എത്ര അനുഭവം എന്നറിയോ ജീവിതത്തിൽ. അജ്മീർ എന്നൊക്കെ പറഞ്ഞ കളിച്ച കാര്യമാണോ? മാത്തൂർ ഉസ്താദ് അവിടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഈ വാതിലിന്റെ അറ്റത്ത് വന്നു. എന്റെ തൊട്ടടുത്തിരുന്ന് ആമീൻ പറയണ സഹോദരൻ ആമീന് പകരം പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയോ? ഇതൊക്കെ നമ്മൾ അറിയണം. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ സ്പന്ദനവും നമ്മൾ തിരിച്ചറിയണം. ആമീൻ ആമീൻ എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോ ഒരു സഹോദരൻ ആമീൻ എന്ന് പകരം പറയുന്നത് യാ ഖാജ, യാ ഖാജ, യാ ഖാജ എന്നാണ്. അജ്മീറും വരവൂരും അമ്പംകുന്നൊക്കെ ഒന്നാ. അതൊന്നും 3, 4 ആക്കിയിട്ടൊന്നും ആരും മാറ്റണ്ട. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അജ്മീർ ഉപ്പാപ്പാന്റെ പൊരുത്തക്കേട് കിട്ടാൻ വേണ്ടി വണ്ടിക്കൂലി മുടക്കി അവിടെ തന്നെ പോയി കന്നന്തിരിവ് കാണിക്കണമെന്നില്ല. ഇവിടെ നിന്ന് ഇവിടെ കാണിച്ചാലും മതി. അതപ്പോഴേ വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വന്നോളൂ. അള്ളാഹു കാക്കട്ടെ. വളരെ പേടിക്കണം. തീക്കട്ടയിൽ ചവിട്ടുന്ന പോലെ വരവൂരിലെ മണ്ണിന്റെ മുകളിലൂടെ നടക്കണം. അള്ളാഹു അത് ശ്രദ്ധിക്കാൻ തൗഫീക്ക് തരട്ടെ. ആ സാഹോദര്യമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലു ബൈത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. എന്തിനാണ് ആക്ഷേപിക്കുക, എന്തിനാണ് കുറ്റപ്പെടുത്തുക, എന്തിനാണ് പരിഹസിക്കുക? ഏതെങ്കിലും ഒരു സയ്യിദിന്റെ മനസ്സ് ഞാനോ നിങ്ങളോ കാരണം ഒന്ന് പൊട്ടിപ്പോയാൽ കഴിഞ്ഞു. ചപ്പാത്തിയുടെ അരക്കഷണം എടുത്ത് വാക്യകത്ത് വെച്ച് 5 മിനിറ്റ് ചുമച്ച മാത്തൂർ ഉസ്താദിനോട് ആരോ പറഞ്ഞു മുനവറലി തങ്ങൾ ചാടി എഴുന്നേക്കാൻ പോവാ, തങ്ങൾ വന്നോ എന്ന് ചോദിച്ചിട്ട് അവിടെ ചെന്ന് ഇരുന്ന പാട് ഉസ്താദിന് മാത്രമേ അറിയുള്ളൂ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ തങ്ങളെന്തിനും വന്നില്ല. ആരോ വെറുതെ ഒന്ന് പറഞ്ഞു മുനവറലി തങ്ങൾ അപ്പോഴേ ചാടി എഴുന്നേറ്റ് വന്നോന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അവിടെ ഞാനും നിങ്ങളും. അള്ളാഹു നമ്മുടെ കൽബ് പ്രകാശം കൊണ്ട് നിറച്ചു തരുമാറാകട്ടെ. അടുത്ത വിഭാഗത്തെ കണ്ടുപോയി അല്ലാഹുവിന്റെ റസൂല്.
അടുത്ത വിഭാഗത്തെ കണ്ടുപോയി മുത്തറസൂല്. എന്താ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുപോയെന്നറിയുമോ? പാറക്കഷണങ്ങൾ കൊണ്ട് തലയിടിച്ചു പൊട്ടിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, അതിൽ നിങ്ങൾ പെട്ടുപോകല്ലേ? പാറക്കഷണം കൊണ്ട് തലയിടിച്ചു പൊട്ടിക്കുകയാണ്. ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയും, അല്ലദീന തതവക്കലൂന റൂസുഹും അനിസ്സലാത്ത്. നിസ്കാരം ഒരു ഭാരമായി കണ്ടവരാണ്. നിസ്കാരത്തെ ഒരു ഭാരമായി കണ്ടവരാണ്. പോരെ, നിങ്ങൾ പറയും ഔലിയാക്കൾ നിസ്കരിച്ചിരുന്നില്ല, പലരും മസ്താമാര് പലരും നിസ്കരിച്ചിരുന്നില്ല, നിങ്ങൾ പലരും പറയും അങ്ങനെ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ കോലത്തിൽ നിങ്ങൾ എത്തിയിട്ടില്ല. ആലോചിക്കണം, അത് വളരെ ശ്രദ്ധിക്കണം. അവരുടെ രീതിയിലും രൂപത്തിലും നിങ്ങൾ എത്തിയിട്ടില്ല. ഒരു സഹോദരൻ പറഞ്ഞത്, വാഹനത്തിന്റെ അകത്തിരുന്നുകൊണ്ട് സുന്ദരിയായ പെണ്ണിനെ നോക്കിയപ്പോ എന്തിനാണ് ഇങ്ങനെ നോക്കാന്ന് വെച്ചപ്പോ അവൻ പറയാ, സുബ്ഹാനല്ലാഹ്, ഞാൻ അങ്ങനെ നോക്കിയതല്ല, ആ പെണ്ണിന്റെ സൗന്ദര്യത്തിലൂടെ അല്ലാഹുവിലേക്ക് എത്തുകയാണ്. മാഷാ അല്ലാഹ്. നമ്മളവിടെ എത്തിയിട്ടില്ല. ഗസാലി ഇമാം അലി റളിയല്ലാഹുവിന്റെ ചെറിയൊരു കഥ പറയുന്നുണ്ട്. ഒരു പെണ്ണിന്റെ കാലിന്റെ ഭാഗത്ത് അലി റളിയല്ലാഹുവിന്റെ യാദൃച്ഛികമായി ഒന്ന് നോക്കിയത്രേ. അലി റളിയല്ലാഹുവിനാണ് തസവുഫിന്റെ ഇൽമു മുഴുവൻ ചെന്ന് നിൽക്കുക. അങ്ങനെ നോക്കിയപ്പോ കൂടെ വന്ന 2-3 ശിഷ്യന്മാരും നോക്കി. ഉസ്താദ് നോക്കല്ലേ പിന്നെന്താ, അങ്ങനെ നോക്കിയപ്പോ അലി റളിയല്ലാഹുവിനെ ചോദ്യം ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ നോക്കിയതാന്ന് പറഞ്ഞു. അലി റളിയല്ലാഹുവിന് അങ്ങോട്ട് പോയിട്ട് പഴുത്ത് കിടക്കുന്ന ഇരുമ്പുണ്ടല്ലോ, പഴുത്ത് കിടക്കുന്ന ഇരുമ്പ് അത് കയ്യിൽ ഇങ്ങനെ എടുത്തു. എന്നിട്ട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. ഉസ്താദ് നോക്കിയോണ്ട് നേരത്തെ നോക്കിയതല്ലേ, ഉസ്താദ് എടുത്തോണ്ട് എടുക്കാൻ പറഞ്ഞു. ഒരുത്തനും വന്നില്ല. അപ്പോ ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള ഈ ഇരിക്കുന്ന ഉസ്താദന്മാരെ കുറിച്ചോ എന്നെ കുറിച്ചോ അല്ല. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ, ഔലിയാക്കൽ, മസ്താനുപ്പാപ്പയുടെ പദവിയിലേക്കും പവറിലേക്കും എത്തിയവരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാൻ നമ്മൾ ആരും ആയിട്ടില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ ആരും ആയിട്ടില്ല. സഹോദരങ്ങളെ, പരമാധികാരിയായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വാ മക്കളെ, അത്രയും ഉസ്താദന്മാരുടെ മുമ്പിൽ മഖാമിൽ ആണ്ട് നേർച്ചയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ വഴി തന്നെ നമുക്ക് തരട്ടെ. അതിൽ ആശങ്കയും പേടിയൊന്നും വേണ്ട. മരണപ്പെട്ടു പോയാൽ കിട്ടൂലേ? ഇവിടെ ദുനിയാവ് അല്ലെങ്കിൽ തന്നെ തീരും. ആ വഴി പോവാതെ അറ്റാക്ക് ഒന്ന് മരിച്ചോ എന്ത് ചെയ്യും? എന്തായാലും നമ്മുടെ കാര്യം പോക്കാണെന്ന് അറിയാലോ, വലിയ താമസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഈ വഴിയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പോ നമസ്കാരത്തെ ഭാരമായി കാണുന്നവരാണ് പാറക്കല്ലുകൊണ്ട് തലയിടിച്ച് പൊട്ടിച്ചു പോയവർ. നമസ്കാരത്തെ ഭാരമായി കാണുന്നവരാണ് പാറക്കല്ലുകൊണ്ട് തലയിടിച്ചു പൊട്ടിക്കുന്നവര്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എത്ര തിരക്കുണ്ടെങ്കിലും പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്ര ധൃതിയുണ്ടെങ്കിലും എന്റെ പൊന്നാര പെങ്ങളെ, അല്ലാഹുവിന് കൊടുക്കാനുള്ളത് പടച്ചവന് കൊടുക്കണേ. അല്ലാഹുവിന് വേണ്ടി ചെയ്യാനുള്ള അല്ലാഹ് ചെയ്യണേ, മറന്നു പോകരുത്. അടുത്ത വിഭാഗത്തെ കണ്ടുപോയി. മേറാജ് പറയാൻ എനിക്ക് സമയക്കുറവാണ് എങ്കിലും 2 അദാബ് കൂടി പറഞ്ഞിട്ട് ആകാശത്തിന്റെ 2-ാം ആകാശത്തിന്റെ പടവിലേക്ക് പോകാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പിന്നെ കണ്ടുപോയ ആരെയെന്നറിയോ? ഒട്ടകത്തിന്റെ ചുണ്ട് പോലെയുള്ള ചുണ്ടിന്റെ ഉടമസ്ഥരാണ്. അവിടെ കൈകൾ നിറയെ തീക്കട്ടകൾ ഇരിക്കുകയാണ്. ഒട്ടകത്തിന്റെ ചുണ്ട് കണ്ടിട്ടില്ലേ? കാണുമ്പോ പേടിയാകും. ഒട്ടകത്തിന്റെ ചുണ്ട് കാണുമ്പോ പേടിയാകും. അവരുടെ കൈകളിൽ തീക്കട്ടയിരിക്കുകയാണ്. ആ തീക്കട്ടയറാ വാക്കകത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്ദ്വാരത്തിലൂടെ ചീഞ്ചലവും പുകയും രക്തവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തീക്കട്ട തിന്നുന്നു. പിന്ദ്വാരത്തിലൂടെ നികട്ടതകൾ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. മുത്തുനബി ചോദിക്കുന്നു, ജിബ്രീലേ, ഇവരാരാണ് ജിബ്രീൽ? ഈ തീക്കട്ട തിന്നിട്ട് വാക്യകത്തൂടെ തിന്നിട്ട് പിന്ദ്വാരത്തിലൂടെ നജസായി നികിട്ടതയായി പുറത്തു വയ്ക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ആരാന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്ന, യാ റസൂലല്ലാഹ്, അല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ളുൽമാ, യതീമീങ്ങളുടെ സമ്പത്ത് അക്രമപരമായി വെട്ടിത്തിന്നവരാണ്. അനാഥ മക്കളുടെ പേര് പറഞ്ഞ് പണം പിരിച്ചിട്ട് കുംഭ വീർപ്പിച്ചവരാണ്. അനാഥ മക്കളുടെ പേര് പറഞ്ഞ് സ്വത്തുണ്ടാക്കിയവരാണ്. അനാഥ മക്കളുടെ പേര് പറഞ്ഞ് വീട് വെച്ചവരാണ്. യതീമീങ്ങളുടെ പേര് പറഞ്ഞ് വണ്ടിയെടുത്തവരാണ്. യതീമീങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് സ്വത്തുണ്ടാക്കിയിട്ട് ഭൗതിക ലോകത്ത് രാജാക്കന്മാരെ പോലെ തിന്നു തീർത്ത് കുംഭയുമായി നടന്നുപോയവരാണ്. അവർക്ക് പരലോകത്ത് അല്ലാഹു കൊടുക്കുന്ന അദാബ് എന്തെന്നറിയോ? തീക്കട്ട തിന്നാൻ കൊടുക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ
മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ, നിങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. വാപ്പ എന്ന് പറയുന്ന ഞാനുള്ളത് കൊണ്ടല്ലേ എന്റെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഇന്ന് ചിരിക്കാൻ കഴിയുന്നത്, ഇന്ന് ഓടാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പവരെവിടെയാണോ കിടന്നത് അവിടെ എഴുന്നേറ്റ് വന്ന് എന്റെ തോളത്തും എന്റെ നെഞ്ചത്തും കിടന്നിറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളാണ് വല്യാപ്പാന്റെ ഹദറത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വാപ്പയില്ലാതായി പോയോ? എന്റെ കുടുംബക്കാർക്ക് നോക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ പരിധിക്ക് പുറത്ത് ഏത് വീട്ടുകാരായത് നാട്ടുകാരാ നോക്കുക. അവസാനം എത്തിങ്ങാനയുടെ അകത്തളത്ത് ക്യാന്റീനില് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പാത്രവുമായി കാത്തിരിക്കുന്ന രംഗത്തെ കുറിച്ച് എന്റെ വരവൂർ വന്നവർ ചിന്തിച്ചിട്ടുണ്ടോ? മക്കളെ കൊണ്ടുവരണേ വല്യാപ്പാനെടുത്ത്, മക്കളെ കൊണ്ടുവരണേ വല്യാപ്പാനെടുത്ത്. എന്നിട്ട് ആ മക്കളെ കാര്യം പറയണേ വല്യാപ്പാനെടുത്ത്. നമുക്ക് നോക്കാൻ കഴിയില്ല, നമുക്കൊന്നിനും കഴിയില്ല. നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്. ഔലിയാക്കളുടെ കറാമത്തും ഗുരുത്തവും പൊരുത്തം കൊണ്ടല്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വളരാൻ ഇവിടെ സൗകര്യമില്ല. പ്രിയപ്പെട്ടവരെ, സ്കൂളിലേക്ക് പോകുന്ന വാഹനമെന്ന് പറഞ്ഞാ കഴിയുന്നില്ലേ? കളിച്ചുകൊണ്ടിരിക്കുമ്പോ കാലൊന്ന് വെടിയാ കഴിയുന്നില്ലേ? മദ്രസയിൽ പോയി വേഗം തൂക്കി വരുമ്പോ തെങ്ങിന്റെ ചോട്ടിൽ കിടക്കുന്ന ഇച്ചിരി വെള്ളം പോലെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് മുങ്ങി മരിക്കാൻ അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. ഇവരാഫ്ലീകളാകണമെന്ന് ഞങ്ങൾ കൊതിക്കുകയാണ്, ഇവരാലിമീകളാകണമെന്ന് ഞങ്ങൾ മോഹിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ മക്കളുണ്ട് പടച്ചവന്, ആണും പെണ്ണുമായ ഒരുപാട് മക്കളുണ്ടല്ലോ. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരുടെ കയ്യിൽ മക്കളിരിക്കുകയാണ്. അവര് പൊട്ടിക്കരയുമ്പോഴും മക്കളെ അല്പസമയം കൂടിയിരിക്കടാ, കുറച്ച് സമയം കൂടിയിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ പിടിച്ചിരുത്തുന്ന പ്രിയപ്പെട്ട ഉമ്മമാര് അല്ലാഹുവേ, അവര് മരിച്ച് കബറിലേക്ക് പോകുമ്പോ ഈ പൊന്നോമന മക്കളുടെ ഫാത്തിഹയും യാസീനും നീ അവർക്ക് കൊടുക്കണേ അല്ലാ. ഒരു സമ്മാനപ്പൊരി പോലെ കൊടുക്കണേ അല്ലാ. എല്ലാ ദിവസവും ഖുർആനോരാ നമ്മൾ ഔലിയാക്കളല്ല അല്ലാ. അല്ലാഹുവേ, ഇവർക്കൊക്കെ വേണ്ടി ഓതുന്നരം എന്തുകൊണ്ടാണെന്നറിയോ? അവരൊക്കെ ഒരുപാട് പുണ്യം ലോകത്ത് ചെയ്തത് കൊണ്ടാ. നമുക്കതൊന്നുമില്ലല്ലോ. ഇന്ന് ഹംസ അൻവരി എന്ന് പറഞ്ഞ ഉസ്താദിനെ കണ്ടു അബുഹാജിയുടെ കോളേജിൽ പോയപ്പോ. അദ്ദേഹം പറഞ്ഞു, ഹസൻ ഹാജിയും ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. എന്ത് ബന്ധം എന്ന് ചെയ്യുമ്പോൾ മൂപ്പര് പറയാ പിരിവിന്റെ ബന്ധം. പിരിവിന്റെ ബന്ധം. എന്ത് യതീംഖാനയുടെ, അറബി കോളേജിന്റെ, സുവനീറിന്റെ, പുസ്തകത്തിന്റെ, കാസറ്റിന്റെ, പ്രസംഗത്തിന്റെ, പള്ളിയുടെ, ഹൗദിന്റെ എന്ത് ആവശ്യം വന്നാലും ആദ്യം ഹസൻ ഹാജി ഒന്ന് കാണും. കാര്യമായ ഒരു സ്വതക്ക കൊടുത്തിരുന്നു എന്നാണ് പറയാ എപ്പോഴും ചെന്നാലും. അള്ളാഹു അതുകൊണ്ടല്ലേ ഇവിടെ വന്ന എത്രയോ ആളുകൾ വല്യാപ്പാടാണ്ടിന് വന്നിട്ട് എത്ര ഫാത്തിഹ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഓതിയിട്ടുണ്ടാവും. ജീവിതത്തിൽ പുണ്യം ചെയ്തത് കൊണ്ടാ, അല്ലാതെ സുഖിച്ചെവിടെയെങ്കിലും ഇരുന്ന് കാലിനെ കാലം വെച്ച് പറവയുണ്ടാക്കിയതല്ല. ജീവിതത്തിൽ സുഹൃതം ചെയ്താൽ ഇങ്ങനെ കിടക്കാൻ പറ്റും. അബൂദാബിയിലെ ഷെയ്ഖ് സായിദിന്റെ മഖാമ് അത് ഔലിയ അല്ല, ആരിഫല്ല, സൂഫിയല്ല, പ്രവാചകനല്ല, തങ്ങളല്ല, ആരുമല്ല. പക്ഷേ അവിടുത്തെ ഭരണാധികാരിയായ ഷെയ്ഖ് സാദിന്റെ മഖാമിന്റെ ചുറ്റുവട്ടത്ത് എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാ? അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തതുകൊണ്ടാ. പാവപ്പെട്ടവർക്ക് ശരിക്ക് പണം കൊടുത്തു, സാധുക്കൾക്ക് വീട് വെച്ചു കൊടുത്തു. അത് ചെയ്തപ്പോ അള്ളാഹു തിരിച്ചു ചെയ്തു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അനാഥ മക്കളുടെ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. യതീമിങ്ങളുടെ സമ്പത്തിന്റെ വിഷയം പറയുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്ര അദാബിനെ കുറിച്ച് പറയുന്നുള്ള രണ്ടാം ആകാശത്തിലേക്ക് പോവാൻ. രണ്ടാം ആകാശത്തിലേക്ക് നെറ്റിൽ നോക്കിയാൽ രണ്ടാം ആകാശം ഒന്നും കിട്ടൂല. അവിടുത്തെ ഈ അത്ഭുതം അറിയാൻ പറ്റൂല. എല്ലാ ചെറുപ്പക്കാർ ഇസ്രാ മിറാജ് ഒക്കെ പഠിക്കുന്നത് യൂട്യൂബിലൂടെയാണ്. യൂട്യൂബ് ഉപയോഗം ഇച്ചിരി കൂടി വരികയാണ്. അതിനൊരു നിയന്ത്രണത്തിന് വേണ്ടിയാണ് വിരൽ തുമ്പിലെ നാശം എന്ന് പറയുന്ന കാസറ്റ് ഇറക്കിയത്. ഇൻഷാ അല്ലാഹ് എല്ലാ കാസറ്റുകളിലും എല്ലാ സ്ഥലത്തും ലഭിക്കും. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ലഭിക്കും. ചില കാസറ്റ് കടക്കാർ പറഞ്ഞു നമുക്ക് നൗഷാദ് ബാക്കിയുടെ കാസറ്റ് നമ്മൾ വിൽക്കൂല. ചില ആളുകൾ പറഞ്ഞു നൗഷാദ് ബാക്കിയുടെ കാസറ്റ് ഇനി കാണൂല. അങ്ങനെ 4 or 5 ആളുകളോ ഏതെങ്കിലും സംഘടനകളോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ തീരുമാനിച്ചത് കൊണ്ട് അണഞ്ഞു പോകുന്നതല്ല ഈ നൗഷാദ് ബാക്കിയുടെ കാസറ്റ് എന്നുള്ള സാധനം. അങ്ങനെ ഏതെങ്കിലും മണ്ടന്മാർ തീരുമാനിക്കുന്നെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രം. ഇത് ഞാൻ എന്റെ പ്രസംഗത്തെ കുറിച്ച് പറയുന്നതല്ല. ഇത് ആരിഫീങ്ങളുടെ പൊരുത്തമുള്ളതാണ്, ആരിഫീങ്ങളുടെ ഗുരുത്തമുള്ള വാക്കുകളാണ്. അല്ലാതെ ഇത് ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി കാണാൻ പിടിച്ച് പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ
വിരൽത്തുമ്പിലെ നാശം എന്ന് പറയുന്ന സീഡി കേട്ടിട്ട് എത്ര ചെറുപ്പക്കാരാ. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അത്ര, എനിക്കിനി ക്യാമറയുള്ള മൊബൈൽ വേണ്ട, പഴയ നോക്കിയയുടെ സെറ്റ് മതി, ഇപ്പൊ തിരക്കി നടക്കാണ്. എന്തുകൊണ്ടാ? അത് കയ്യിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ്. ഒരുപാട് പ്രശ്നമുണ്ട് ഇതിലൂടെ. പലരും വീഡിയോ കോളിലൂടെ ഭർത്താവിനോട് സംസാരിച്ചത് പോലും വിപണിയിൽ 15 രൂപയ്ക്ക് കിട്ടുന്ന CD ആയിട്ട് ഇന്ന് രംഗത്തുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഭാര്യമാരുടെ പെങ്ങന്മാരുടെ തലകളൊക്കെ സെക്സ് ഫിലിമിന്റെ നടികളുടെ തലയായി മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കണ്ടേ, നമ്മൾ മക്കൾ പഠിക്കണ്ടേ. അല്ലാതെ എല്ലാം ഞാൻ നെറ്റിലൂടെ മാത്രമേ പഠിക്കൂ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായി മാറും. അള്ളാഹു കാക്കട്ടെ. 2ാം ആകാശത്തിലേക്ക് കടക്കാം. അള്ളാഹുവിന്റെ റസൂൽ 2ാം ആകാശത്തിൽ എത്തുകയാണ്. ഓരോ ആകാശത്തിൽ ചെല്ലുമ്പോഴും അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അവർക്കറിയാത്തത് കൊണ്ടല്ല, ഉറപ്പ് വരുത്തിയിട്ട മനസ്സിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ വമമ്മഅകയാ ജിബ്രീൽ, കൂടെ വന്നതാരാണ്? ജിബ്രീലാണ്. ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീലേ കൂടെ വന്നതാരാണ്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ടവരെല്ലാം പറയുന്നവരെന്തെന്നറിയോ? ആ മലക്കുകളെല്ലാം പറയുന്നവരെന്തെന്നറിയോ? മിഅ്റാജിന് സമയമായോ, ആകാശാരോഹണത്തിന് സമയമായോ, ഇസ്രായിലിന് സമയമായോ? അല്ലാഹു എങ്ങനെ ചോദിച്ചുകൊണ്ട് 2ാം ആകാശത്ത് കടന്നു ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്ന പ്രവാചകനാരെന്നറിയോ? 2ാം ആകാശത്ത് മുത്തറസുവിനെ കാണാനിരിക്കുന്ന പ്രവാചകനാരെന്നറിയോ? എപ്പോഴും നോക്കിയാലും കുളിച്ച് ഈറനണിഞ്ഞ പോലെ ശരീരത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. കുളിച്ച റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയാണ് കാണുക. ഈസാ നബിയുടെ തലമുടി നീണ്ട മുടിയാണ്. ആ മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റു വീണുകൊണ്ടിരിക്കുന്നത് പോലെയാണ് കാണുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. തിരക്ക് കൂടിയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വേഗം നിർത്താം. കാരണം 2 വണ്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരുപാട് തിരക്ക് കൂടുന്നത് നമുക്ക് വലിയ സങ്കടമാണല്ലോ. അപ്പൊ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരുപാട് വൈകിക്കൂല. വിഷയം തീരാത്ത ഒരു സങ്കടം. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും അടുത്ത, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത കണ്ണിയാണ്. മുരീദല്ല, ശിഷ്യനല്ല, കുടുംബത്തിൽപ്പെട്ടയാളാണ്. ഒന്നും പേടിക്കാനില്ല. അള്ളാഹു നല്ല റാഹത്തോടെ ബഹുമാനപ്പെട്ടവർക്ക് കൂടെ വരാനും നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്ത് തരാനും പാവപ്പെട്ട ജാഹിലീങ്ങളായ ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് പറയാനും അള്ളാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അത് പടച്ചവനോട് പറയണമല്ലോ. ഇപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിതങ്ങൾ കാണുമ്പോ നബിതങ്ങളോട് പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട്. മൂസാ നബി വലിയ രസമാണത്, ഇൻഷാ അല്ലാഹ് പറയാം. ഇബ്രാഹിം നബിയെ കാണുമ്പോൾ ചില ഉപദേശം കൊടുത്തു, അതും പറയാം. തിരക്കിങ്ങനെ കാണുമ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ നിർത്തിപ്പോവാണ്. അതുകൊണ്ടാണ് ഒരു ടെൻഷൻ. അത്രേ ഉള്ളൂ. ഏതായാലും അള്ളാഹു കാര്യങ്ങൾ റാഹത്താക്കി തരട്ടെ. ബിസ്മില്ലാഹ്. ഉള്ള സമയം കളയണ്ടല്ലോ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് 3ാം ആകാശത്ത് ചെല്ലുമ്പോ സൗന്ദര്യത്തിന്റെ നിറകുടമായ ഒരു പ്രവാചകൻ അവിടെ ഇരിക്കുകയാണ്. ആരാണ്? സൗന്ദര്യത്തിന്റെ നിറകുടമായ പ്രവാചകനാരാ? സൗന്ദര്യത്തിന്റെ നിറകുടമായ പ്രവാചകനാരാ? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബിയെ 3ാം ആകാശത്ത് കാണുകയാണ്. സൗന്ദര്യത്തിന്റെ നേരെ പകുതി അല്ലാഹു കൊടുത്തത് യൂസുഫ് നബിക്കല്ലേ? ആ യൂസുഫ് നബി അലൈഹിസ്സലാം 3ാം ആകാശത്തിൽ നിൽക്കുന്നു. 4ാം ആകാശത്തെത്തുമ്പോ ഇദ്രീസ് നബിയാണ്. 4ാം ആകാശത്ത്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹ് പറയാണ്, നാമാണ് ഇദ്രീസ് നബിക്ക് ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർച്ച കൊടുത്തത്. ആദം നബിയുടെ സന്താനങ്ങളിൽ ആദ്യം റിസാലത്ത് നൽകിയത് ഇദ്രീസ് നബി അലൈഹി സ്വലാമിനാണ്. ഓരോ ജനതയോടും അവരുടെ ഭാഷകൾ സംസാരിച്ചു 72 ഭാഷകളിൽ നൈപുണ്യം നേടിയ മഹാനായ പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാം. 72 ഭാഷകളിൽ കഴിവുണ്ടായിരുന്നു ഇദ്രീസ് നബി അലൈഹി സ്വലാമിന്. 5ാം ആകാശത്ത് ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സ്വലാമുണ്ട്. നിസ്ഫു ലഹിയതഹു ബൈളാ വനിസ്ഫുഹാ സൗദാ. പകുതി താടി നരച്ചത്, പകുതി താടി കറുത്തത്. അതാണ് ഹാറൂൻ നബിയുടെ രൂപം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഒട്ടുമിക്ക ഉസ്താദുമാരുടെയും പകുതി താടി കറുത്തതും പകുതി താടി വെളുത്തതുമാണ്. ചെറുപ്പക്കാരൊഴിച്ച് അല്ലേ? തങ്ങളൊക്കെ നല്ല യുവത്വത്തിലാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ.
ഒക്കെ കണ്ടില്ലേ? അതൊരു ബറക്കത്തും ഒരു ഐശ്വര്യവുമാണ്. പ്രവാചകന്മാരിൽ പലർക്കും അങ്ങനെ കുറച്ച് രോമങ്ങൾ കറുത്തതും കുറച്ച് രോമങ്ങൾ വെളുത്തതുമായി ഉണ്ടായിരുന്നു എന്നാണ്. 6-ാം ആകാശത്തെ ചെല്ലുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുകയാണ്, നബിയേ, ജനങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞാനാണ് ഏറ്റവും കരുത്തുള്ള പ്രവാചകനെന്ന് ധാരണയുണ്ട്. അല്ല നബിയേ, ഞാനാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ള പ്രവാചകനെന്ന് ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. അള്ളാന്റെ റസൂലേ, ഒരിക്കലുമല്ല. ഏറ്റവും നല്ല പദവിയുള്ള പ്രവാചകൻ നിങ്ങൾ തന്നെയാണെന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. 7-ാം ആകാശത്തിൽ അള്ളാന്റെ റസൂൽ കടന്നു പോകുമ്പോ മൂസാ നബി അലൈഹിസ്സലാം പൊട്ടിക്കരഞ്ഞു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കിഷ്ടമായിരുന്നു ഞങ്ങളുടെ മുത്തിനെ മൂസാ നബിക്ക്, അത്രയ്ക്ക് സ്നേഹമായിരുന്നു നമ്മുടെ മുത്തിനെ മൂസാ നബി അലൈഹിസ്സലാമിന്. 7-ാം ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകുമ്പോ 6-ാം ആകാശത്തിരുന്നു കൊണ്ട് മൂസാ നബി കരഞ്ഞു എന്ന ചരിത്രം പറയുകയാണ്. 7-ാം ആകാശത്തിലാണ് ഇനിയുള്ള അത്ഭുതങ്ങൾ മുഴുവനും നടക്കാനുള്ളത്. 7-ാം ആകാശത്തിലാണ് ഇനിയുള്ള അത്ഭുതങ്ങൾ മുഴുവനും നടക്കാനുള്ളത്. എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, എങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. 7-ാം ആകാശത്ത് കടന്നു ചെല്ലുമ്പോ അവിടെയാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ചുറ്റുവട്ടത്ത് കുറെ കുഞ്ഞുമക്കൾ ഇരിക്കുകയോ. മുത്ത് റസൂൽ ചോദിക്കുന്ന ജിബ്രീലേ, ഇബ്രാഹിമിന്റെ ചുറ്റും ഇരിക്കുന്നതാരാണ്? ജിബ്രീൽ പറയുന്ന, നബിയേ, ഒരുമ്മ പ്രസവിച്ചിട്ട് ഉമ്മാടെ സ്നേഹം കിട്ടി കൊതിരീരാത്ത മക്കളാണ്. വാപ്പാടെ സ്നേഹം കിട്ടി കൊതിരീരാതെ മരിച്ചുപോയ മക്കളോ ചെറിയ പ്രായത്തിൽ മരിച്ചുപോയവരാണ്. 2 വയസ്സിലും 3 വയസ്സിലും 4 വയസ്സിലും ഒക്കെ മരണപ്പെട്ടു പോയവരാണ്. അവർ ഇബ്രാഹിം നബിയുടെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഉമ്മ ഇവിടെ ഉണ്ടോ? ഈ വരവൂരിന്റെ ഹദറത്തിൽ ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടോ? സഹിക്കണം ഉമ്മ, ക്ഷമിക്കണം ഉമ്മ. 1000 മക്കൾ മരിച്ച സങ്കടത്തോടുകൂടിയാണ് ഒരു ഔലിയാക്കൾ ഒരു കാലം മുമ്പോട്ട് വെക്കുന്നവരെന്ന് മറന്നു പോകല്ലേ. 1000 മക്കളെ പ്രസവിച്ച് 1000 മക്കളും മരിക്കുമ്പോ സംഖ്യ പൊട്ടുന്ന വേദനയാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഈ വഴിയിലൂടെ നടക്കാനുള്ളത്. അതൊക്കെ സഹിച്ച് ക്ഷമിച്ചിട്ടാണ് അവർ ഈ ഉന്നതമായ പദവിയിലെത്തിയത്. അല്ലാതെ വരവോര് വല്ലാത്തൊരു പച്ചപ്പട്ട് തോളത്തിട്ടുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഔലിയായതല്ല. ഒരു ഉമ്മ പ്രസവിച്ച 1000 മക്കൾ മരിക്കുമ്പോ ആ ഉമ്മാടെ ചങ്കപ്രപ്പെട്ടുവോ അതിനേക്കാളിന്റെ പ്രാളമാണ് അല്ലാഹുവിലേക്ക് നടന്നെടുക്കുന്ന ഔലിയാ അനുഭവിക്കേണ്ടി വരിക. അവസാനം എത്തുമ്പോഴാണ് സുഖമേറ്, നടന്നു പോകാൻ പ്രയാസമാണ്. CM മടവൂർ ആരാ പ്രിയപ്പെട്ടവരെ? ആർക്കെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഓർക്കാനിച്ച് തള്ളാനുള്ള വിലായത്തിന്റെ പദവിയിലെത്തിയ മഹാനല്ല. ആരെന്നറിയോ? CM മടവൂർ എന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഒരു കിതാബ് ഓടി പഠിച്ചിട്ട് വെല്ലുവിളിക്കാനുള്ള മഹാനുഭാവനല്ല CM മടവൂർ. ഈ മടവൂരിന്റെ ആണ്ടിന് അൽഹംദുലില്ലാഹ് ഞാനാണ് പ്രവാസനത്തിന് ഇവിടെ ചെല്ലുന്നത്. CM മടവൂരിന്റെ മഹാവിന്റെ മുമ്പിൽ അൽഹംദുലില്ലാഹ് ജൂലൈ മാസത്തിൽ ഇവിടുത്തെ ആണ്ടാണ്, ശഅബാൻ ഇവിടുത്തെ ആണ്ടാണ്. ആണ്ടിന് ഞാനിവിടെ പ്രവാസനത്തിന് പോകുമെന്ന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ഔലിയാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് CM മടവൂർ റളിയല്ലാഹു അൻഹു? മനുഷ്യരുന്നവൻ. എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ടെത്തണ്ടേ? അവരൊക്കെ അല്ലാഹുവിന്റെ ആൺകുട്ടികളാണ്. ഇന്നലെ സുപ്രഭാതത്തിൽ ഒരു പ്രഭാതത്തിൽ പൊട്ടി വീണ മുട്ടകളല്ല. ലോകത്താരെങ്കിലും പറ്റിക്കാനായി പണം പിടുങ്ങിയിട്ട് ഔലിയാ ചമഞ്ഞിരുന്നവരല്ല. എത്ര വർഷമാ പ്രിയപ്പെട്ടവരെ വനാന്തരത്തിന്റെ ഉള്ളറയിൽ പോയിരുന്നു അല്ലാഹുവിന് വേണ്ടി ഇത്തിബാദത്ത് ചെയ്തത്. ഞാൻ നിങ്ങളെ കടപ്പിന്നേരിന്ന് ഉണ്ട വിടുങ്ങുന്ന പോലെയല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അനുഭവിച്ചതിന്റെ ഒരംശം പോലും പ്രിയപ്പെട്ടവരെ നമ്മളാരും അനുഭവിച്ചിട്ടില്ല. തൃപ്പനച്ചി ഉസ്താദാരാ എന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, ആ പേര് പറയാനുള്ള യോഗ്യത പോലും യുവത്വേ നമുക്കില്ലടാ. കണ്ണിൽ കണ്ട പെൺകുട്ടികളുടെ പിന്നാലെ ഉളിനീരിറക്കിയിട്ട് നാവ് നീട്ടി നടക്കാനല്ലാതെ അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പഠിക്കാ നീ വളർന്നിട്ടില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറ്റപ്പെടുത്തല്ലേ, അവരെ നിസാരപ്പെടുത്തല്ലേ, അവരെ
ചെറുതാക്കല്ലേ. അത് അല്ലാഹു ഒരിക്കലും പൊറുക്കുന്നതല്ല, അത് അല്ലാഹു ഒരിക്കലും ക്ഷമിക്കുന്നതല്ല, അത് അല്ലാഹു ഒരിക്കലും സഹിക്കുന്നതല്ല. അല്ലാഹുവേ, ലോകത്തെവിടെയൊക്കെ നിന്റെ വിലായത്തിന്റെ പദവിയിലെത്തുന്നവര് കിടന്നിറങ്ങിയിട്ടുണ്ടോ അവരുടെ പൊരുത്തം ഈ ജാഹിലീങ്ങളായ പാവപ്പെട്ട ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മടവൂരും തൃപ്പണിച്ചിയൊക്കെ ആരാണ്? അവരൊക്കെ ഒരു ത്യാഗം ചെയ്ത് ജീവിച്ചു പോയവരാണ്. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞ് മരണപ്പെട്ടു പോയാൽ ആ കുഞ്ഞ് ഇബ്രാഹിം നബിയുടെ അടുത്ത് കാത്തിരിക്കാണ്. ഒരു ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂല. അങ്ങനെ 1000 മക്കൾ മരിച്ചതിന്റെ സങ്കടമാണത്രേ ഒരു ഔലിയ അള്ളാഹുവിലേക്ക് നടന്നെടുക്കുമ്പോൾ കിട്ടുന്ന ടെൻഷനും വിപ്രാളവും വേദനയും. നമ്മൾ നോക്കുമ്പോ ഭ്രാന്ത് പിടിച്ച് അവിടെ ഇവിടെയും മൂത്രമൊഴിച്ച് കാർക്കിച്ചു തുപ്പിയിരിക്കുന്ന ഒരു ഭ്രാന്തൻ അല്ലേ? അല്ല പ്രിയപ്പെട്ടവരല്ല, ഇവിടെ കൽബ് പരിശുദ്ധമാണ്. അതിൻ്റെ അകത്ത് അള്ളാഹുവിനെ എത്തിക്കാൻ വേണ്ടി ദുനിയാവിൽ ഒരുപാട് ത്യാഗം ചെയ്തവരാണ് അവർ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അങ്ങയുടെ ഉമ്മത്തിക്കെന്റെ സലാം പറയണം. സുബ്ഹാന റബ്ബി. വല്യാപ്പ പറഞ്ഞ ഉപദേശം കേൾക്കണ്ടേ നിങ്ങൾക്ക്? ഇബ്രാഹിം നബി പറഞ്ഞ ഉപദേശം കേൾക്കണ്ടേ? അങ്ങയുടെ ഉമ്മത്തിനെന്റെ സലാം പറയണം. പിന്നെ അള്ളാഹുവിനെ അങ്ങിപ്പോ അടുത്തു പോയിരുന്ന് സംസാരിക്കുമല്ലോ, അള്ളാഹിന്റെ അടുത്ത് അങ്ങ് പോയി സംസാരിക്കുമ്പോ അങ്ങയുടെ ഉമ്മത്തിനെ ഒന്ന് പ്രത്യേകിച്ച് പരിഗണിക്കാൻ പറയണം. നബി തങ്ങൾ ചോദിച്ചു, എന്തേ കാരണം? അങ്ങയുടെ ഉമ്മത്ത് ബലഹീനരാണ്. സുബ്ഹാനല്ലാഹ്. പോകുമ്പോ അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യം പ്രത്യേകിച്ചൊന്ന് പടച്ചവനോട് പറയണം. അവര് ബലഹീനരാണ്, അവർ ഇബാദത്തിനൊന്നും താല്പര്യമില്ലാത്തവരാണ്. ശരിയല്ലേ? ശരിയല്ലേ? അള്ളാഹു അത് പ്രത്യേകിച്ച് പരിഗണിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. എന്നിട്ട് മുത്ത് റസൂലിനോട് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ ഈ തരുന്ന സ്വർഗത്തിലെ തൈ, ഞാൻ ഈ തരുന്ന സ്വർഗത്തിലെ തൈ മരിക്കുന്നത് വരെ ഓരോ ദിവസവും നട്ടു വളർത്താൻ അവരോട് പറയണം. അള്ളാഹുവിന്റെ റസൂൽ 2 കൈ നീട്ടിയപ്പോ ഒരു തൈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്തു. അത് ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ച് തടിച്ചു കൊഴുപ്പിച്ച് വളർത്തണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അത് വളർത്താൻ നിങ്ങൾ തയ്യാറല്ലേ? എന്ത് തയ്യാവസ്ഥാറ്? നമ്മൾ വാടക വീട്ടിൽ അവിടെ നട്ടാ പിന്നീട് പോകുമ്പോൾ എഴുതുകൊണ്ട് ആ തൈ അല്ലത്, ഇതല്ല. പിന്നെന്താ? ഇതൊരു ദിക്റാണ്, ഇത് സ്വർഗത്തിന്റെ തൈയാണെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്. ഇത് കൊണ്ടുപോയി നട്ടുവെക്കണം നബിയേ. അങ്ങയുടെ ഉമ്മത്തിനോട് പറയേ, രാവിലെയും വൈകുന്നേരവും അതവർ നട്ടുവെക്കട്ടെ. എന്നിട്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോ ആ ഫലവർഗം അവർ ആസ്വദിക്കട്ടെ. ഏറ്റവും കൂടുതൽ ദിക്റ് ചൊല്ലിയവരില്ല അള്ളാന്റെ ഉലിയാക്കൽ? ഫസാദ് പറഞ്ഞവരാ, ഈബത്ത് പറഞ്ഞവരാ, പള്ളിയുടെ നടയിരുന്ന് മറ്റവന്റെ കുറ്റവും കുറവും പറഞ്ഞ് കുണ്ട വീർപ്പിച്ചവരാ, യതീമികളുടെ സ്വത്ത് കൈയിട്ട് മാറിയിട്ട് ഞാനാണ് ഏറ്റവും വലിയ കുത്തുബെന്ന് പറഞ്ഞിടുന്നവരാ. ദിക്റ് ചൊല്ലി അള്ളാഹുലേക്ക് ലയിച്ച് ചേർന്നവരാണ് അള്ളാഹുവിന്റെ ആൺകുട്ടികൾ. അല്ലാത്തവരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലാത്തവരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? രാത്രി ഉറക്കം വരുന്നില്ല അവർക്ക്, പാതിരാത്രി അവർക്ക് ഉറക്കം വരുന്നില്ല, കരഞ്ഞുകൊണ്ട് അവർ ദിക്റ് ചൊല്ലുകയാണ്, ഇബാദത്ത് ചെയ്യാണ്. അവര് പറയുകയാണ്, ഇബ്രാഹിം നബി പറയാൻ, ആ സ്വർഗത്തിലെത്താൻ സ്വർഗത്തിലെ തൈ ഞാൻ നിങ്ങൾക്ക് തരുന്നു. മരിക്കുന്നത് വരെ ആ തൈ നിങ്ങളുടെ ഉമ്മത്തിനോട് നട്ട് നനച്ച് വളർത്താൻ പറയണം. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരൊക്കെ നാളെ മുതൽ ഒരു ദിവസം 100 പ്രാവശ്യം ഒറ്റ ദിവസം മുടങ്ങാതെ അടുത്ത ആണ്ട് വരെ ചൊല്ലുമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ 100 പോത്ത് വാങ്ങി ഇവിടെ കൊടുക്കുന്നതിനേക്കാളും ആ കിടക്കുന്ന വല്യാപ്പാക്ക് അതൊരു വലിയ സമ്പാദ്യമാണ്, സമ്മാനമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അത് ചെയ്യാൻ ഈ മഖാമിനെ സാക്ഷി നിർത്തി, ചെറിയ ദിക്റ സാക്ഷി നിർത്തി തയ്യാറുള്ളവരൊന്ന് കൈപൊക്കി 100 പ്രാവശ്യം. ഈ കരങ്ങൾക്ക് അല്ലാഹു നാളെ നിന്റെ മുത്തറസൂലിന്റെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ, മുത്തറസൂലിന്റെ മുത്തം കൊടുക്കണേ അല്ലാ, ഇവിടുത്തെ പൊരുത്തം കൊടുക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് അറിയുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നിർത്തരുത്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സമയമെടുത്ത് സാവകാശം. വണ്ടി ഓടിക്കുമ്പോൾ ചൊല്ലിയാൽ മതി, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ചൊല്ലിയാൽ മതി, അടുക്കള ജോലി ചെയ്യുമ്പോൾ ചൊല്ലിയാൽ മതി. വലിയ സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് സംഭവം കഴിയും. 24 മണിക്കൂറിനിടയിൽ 5 മിനിറ്റ് നിന്റെ പടച്ചവന് ഔലിയാക്കൾ പോയ അതേ വഴിയിലൂടെ നടക്കാനൊന്ന് ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുക? പിന്നെ നിനക്ക് ആ പടച്ചോന് വേണ്ട, പടച്ചോന് നിന്നെയും വേണ്ട.
ഇബ്രാഹിം നബി മുത്ത് റസൂലിന് കൊടുത്തതാ. അത്ര ആശങ്കയുള്ളത് കൊണ്ടാ കൊടുത്തത്. ഉമ്മത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ അത്ര ആശങ്കയുള്ളത് കൊണ്ട് കൊടുത്തതാ. അങ്ങനെ ഏഴാനാകാശത്തോടെ മുത്ത് റസൂല് സഞ്ചരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കഅബാലയം നിലകൊള്ളുന്നതെവിടെയാണ്? ഭൂമിയുടെ നടുമധ്യഭാഗമാകുന്ന കറക്റ്റ് എവിടെ നടന്നു നോക്കിയാലും ഭൂമിയുടെ മധ്യഭാഗത്താണ് കഅബ. അത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിർമ്മിച്ച കഅബയിലെ ഭൂമിയുടെ ഏത് ഭാഗത്തിലും നടന്നാലും നടുമധ്യത്താണ് വരിക. ആർക്കാണ് അങ്ങനെ ഒരു ഭവനം വെക്കാൻ കഴിയുക? ഈ അടുത്ത സമയത്ത് കഅബാലയത്തിന്റെ മുകളിൽ ശൂലം കുത്തി നിൽക്കുന്ന ഒരു ഹൈന്ദവ സഹോദരന്റെ ഫോട്ടോ മുസ്ലിം ചെറുപ്പക്കാർ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു. ആദ്യം അടിക്കേണ്ടത് നിന്നെയാണ്, അല്ലാതെ ഹിന്ദു സഹോദരങ്ങളെയല്ല. എന്ത് കിട്ടിയാലും അങ്ങോട്ട് ഷെയർ ചെയ്യടാ, ഷെയർ ചെയ്യാൻ പറഞ്ഞിടത്ത് കേട്ടിക്കൊടുക്കും. എന്ത് കോമാളിത്തരം കിട്ടിയാലും എന്ത് താന്തൂന്നിത്തരം കിട്ടിയാലും ഉടനെ എടുത്ത് ഷെയർ ചെയ്യും, കയറ്റക്കും നിങ്ങളുടെ ജോലി. ഒന്ന് ഒഴിവായിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ? വലിയ ദീനി ദൈവത്തിന്റെ ആളുകളാ എല്ലാരും, വലിയ ദീനി വിപ്ലവത്തിന്റെ ആളുകളാ. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും തോന്നിവാസം പടച്ചു വിടുമ്പോ ലോകം മുഴുവൻ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക വാട്സപ്പിലൂടെ. 10 ദിക്റിയിലിട്ട് അള്ളാന്റെ സ്വർഗം നേടാനും മഹാന്മാര് നടന്നുപോയ വഴിയിലൂടെ ത്യാഗം അനുഭവിക്കാനും മനസ്സുവെക്ക്. ഷെയർ ചെയ്യണതിന് ചെലവൊന്നുമില്ലല്ലോ, ചുമ്മാ വീടിന്റെ ഒരു മൂലക്കിരുന്നങ്ങ് ചെയ്താൽ മതിയല്ലോ. എന്തൊക്കെ തോന്നിവാസമാണ് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് എഴുതിവിടുക. ഏവനെങ്കിലും കഅബാലയത്തിന്റെ മുകളിൽ ശൂലം കുത്തി നിന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ അത് അവരനുഭവിക്കും. നീ അങ്ങോട്ട് നടന്ന് വാട്സപ്പിലൂടെ വിപ്ലവം നടത്തി ഒരു തൗഹീദും നിനക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂല. ആണയിട്ട് ഞാൻ പറയാം, ആണയിട്ട് ഒരുത്തനും കഴിയൂല. ഏത് വലിയ ദീനി വിപ്ലവം നടത്തുന്നവനാണെങ്കിലും കഴിയൂല. വലിയ ദീനി പ്രവർത്തകർ ഇറങ്ങിക്കിടക്ക ഇവിടെ. എന്റെ സഹോദരങ്ങളെ, ഈ വരവൂരിന്റെ പരിസരത്ത് വന്ന് ചോറന്നു പോകുന്ന ഒരു ഹൈന്ദവ സഹോദരനോട് ഞാനിത് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്ന് പറയും, ഉസ്താദെ, ഈ ഞങ്ങളുടെ മതത്തിൽ അചഞ്ചല വിശ്വാസമുള്ള ഒരാളും അത് ചെയ്യൂല എന്നവർ പറയും. ഇതൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കൃത്യമായി ഉണ്ടാക്കി നിങ്ങളെ വർഗീയവാദികളാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇന്ന് തലവെച്ചു കൊടുക്കരുത്. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. ലോകത്തങ്ങനെ എന്തൊക്കെ നടക്കും, നമ്മൾ അത് കണ്ടിട്ട് ആടാൻ വേണ്ടി നിൽക്കുന്ന മണ്ടന്മാരായി പോകരുത്. നമ്മൾ ആൺകുട്ടികളല്ലേ, ഈമാനുള്ളവരല്ലേ, നമ്മൾ മമ്പറത്ത് പോകുന്നവരല്ലേ, ഉള്ളാളത്ത് പോകുന്നവരല്ലേ, വരവൂർ വല്ലാപ്പാന്റെ മക്കളല്ലേ. ഏവനെങ്കിലും പടച്ചുവിടുന്ന കാർട്ടൂണ് കണ്ടിട്ടോ ഏവനെങ്കിലും എഴുതി വിടുന്ന കോമാളിത്തരം കണ്ടിട്ടോ നമ്മളങ്ങ് വിറച്ചു പോകാം. നമ്മൾ ആരാ പ്രിയപ്പെട്ടവരെ? ഒരുത്തരും തളരാൻ പാടില്ല. അത് ലോകാവസാനത്തിൽ അങ്ങനെ പലതും നടക്കും. അത് വാട്സപ്പിലൂടെ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ടൊന്നും അള്ളാഹ് ഇനി ഇറങ്ങി വരത്തൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നമ്മളത് എല്ലാവരുടെ ഭാഗത്തും എത്തിക്കണം. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അതിന് ലോകത്തുള്ള എല്ലാവരുടെ ഭാഗത്ത് നമ്മൾ എത്തിക്കുന്നു എന്നത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റാ. ഈ ഇരിക്കുന്ന പല ഉസ്താദുമാരും അറിഞ്ഞിട്ടില്ല. കൊപ്പ ഉസ്താദൊന്നും ഇതൊന്നും അറിയുന്നില്ല. എന്താ ഇവിടെ നടക്കുക, വാട്സപ്പ് എന്താ, ഫേസ്ബുക്ക് എന്താ. ഉസ്താൻ ഇതുവല്ലോ അറിയോ? ഉസ്താൻ എല്ലാ വർഷവും 10 പെൺമക്കളെ കെട്ടിക്കണം, അവിടെ ഖിദ്മത്ത് ചെയ്യണം, ദുആ ചെയ്യണം, ജീവിച്ച് മരിക്കണം. അതാണ് ഉസ്താന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഉസ്താന് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും ഉസ്താൻ അറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, നമ്മൾ സ്വന്തം നരകം നമ്മൾ തന്നെ കുഴിക്കരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിശുദ്ധ കഅബ എവിടെയാണോ നിലകൊള്ളുന്നത് അതിന്റെ നേരെ മുകളിൽ, 7 ആകാശത്തിന് മുകളിൽ കറക്റ്റ് കഅബയുടെ അതേ അളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം നിർമ്മിച്ചിട്ടുണ്ട്. അത് ബൈത്തുൽ മഅമൂർ എന്ന ഭവനമാണ്. അല്ലാഹുവേ, അത് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ റബ്ബ്, ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. അതിന്റെ പുറകിൽ മുതുക് ചാരി വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇരിക്കുന്നത്. നബി തങ്ങൾ കാണുന്ന രംഗം മിഅ്റാജിന്റെ രാത്രിയിൽ. അല്ലാഹുവേ, ബൈത്തുൽ മഅമൂർ ഒരു സെക്കൻഡിൽ 70,000 മലക്ക് എത്ര സ്പീഡിലാണോ കറങ്ങുക, അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു ബൈത്തുൽ മഅമൂറിൽ. അപ്പൊ കഅബയ്ക്കൊക്കെ 2ാം സ്ഥാനമേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ 70,000 മലക്കുകൾ അല്ലാഹുവേ ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്യാണ്. ഇങ്ങനെ എത്ര സ്പീഡിലാണ്! 70,000 കറങ്ങണ്ടേ, 70,000 കറങ്ങി വരണ്ടേ? ഒരു സെക്കൻഡിലാ നടക്കുന്നേ. ഒരു പ്രാവശ്യം ചുറ്റിയ മലക്കുകൾ പിന്നെ ചുറ്റൂല. സുബ്ഹാന റബ്ബി, നിന്റെ അത്ഭുതം എത്രയാണ്! അല്ലാഹുവേ, നിന്റെ അജബ് എത്രയാണ്!
ഞങ്ങൾക്കൊന്നും അറിയില്ല അല്ലാ. ആ ലോകത്തെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല അല്ലാ. ആ ലോകത്തെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല അല്ലാ. സ്വഹീഹായ ഹദീസിലൂടെ വന്ന സംഭവങ്ങളല്ലാതെ ആ ലോകത്തെ കുറിച്ച് ഒന്നും ഞങ്ങൾക്കറിയില്ല റബ്ബേ, ഒന്നും ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നു, 7 ആകാശം കഴിഞ്ഞാ പിന്നെ നല്ല രസമാണ്, 7 ആകാശം കഴിഞ്ഞാ പിന്നെ നല്ല സുഖമാണ് കാണാൻ. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമുണ്ട്. അതെന്തെന്നറിയോ? അത് സിദ്റത്തുൽ മുന്തഹ. അത് സിദ്റത്തുൽ മുന്തഹ. ഇത് വെറും കെട്ടുകഥയല്ല. ഖുർആൻ പറയുന്നു, വലഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തുൽ മുന്തഹ ഇൻദഹാ ജന്നത്തുൽ മഅവ ഇൻദഹാ ജന്നത്തുൽ മഅവ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശ മാ സാഗൽ ബസർ വമാ തുഗാ ലഖദ് റആ മിൻ ആയാതി റബ്ബിൽ കുബ്റാ. സിദ്റത്തുൽ മുന്തഹ എന്നതൊരു മനോഹരമായ വൃക്ഷമാണ്. അല്ലേ? നമ്മുടെ വാളണ്ടിയറായി നിന്ന സഹോദരനാണ് ഫസ്റ്റ് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പോയത്. നെഞ്ചുവേദനയാണ്, ഐസിയുവിലാണ്. വല്യാപ്പ ഒരു അനുകൂലമായ തീരുമാനം അള്ളാഹുവിനോട് പറഞ്ഞ് നമുക്ക് നടത്തി തരുമാറാകട്ടെ. വേറൊന്നും ദുആ ചെയ്യാനൊന്നുമില്ല. വല്യാപ്പ എന്താണോ തീരുമാനിക്കുന്നത് അള്ളാഹുവിലേക്ക് പറഞ്ഞ് നടക്കും. ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? വാളണ്ടിയേഴ്സുകളൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? എപ്പോഴും നോക്കിയാലും അന്ന് കൈ എന്നിട്ട്, ഉസ്താറേ വല്യാപ്പാടെ പൊരുത്തത്തിൽ മരിക്കങ്ങൾ ദ്വാരക്കണം, അതിനുവേണ്ടിയാ ഗൾഫിൽ നിന്ന് വന്നേ, അതിനുവേണ്ടിയാ ജോലി മാറ്റി നിൽക്കാം. അവർക്കൊന്നിനും സമയമില്ല. 5-6 ദിവസം ഇത് തന്നെ ജോലി, അവരൊന്നും അവർക്കില്ല. അത് യുവാക്കളാകുമ്പോഴുണ്ടല്ലോ, അത് നമുക്ക് വലിയ അഭിമാനമാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ചെറിയൊരു പയ്യനെയാണ്. വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-18 വയസ്സ് ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ കണ്ടുപോലെ സംഭവം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഒരറ്റത്തിലൂടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. 2 കൈയും ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് ആംബുലൻസിന്റെ ഫ്രണ്ടിലിരുന്നു. യാ ഷാഫി യാ കാഫി യാ മുആഫി, ഒരു 11 ദിക്ർ ആ കുഞ്ഞിന്റെ രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഷാഫി യാ കാഫി യാ മുആഫി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതെന്താ? വിശ്വാസിയുടെ റൂഹ് പിടിച്ചിട്ട് ആ റൂഹ് ആകാശത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് സിദ്റത്തുൽ മുന്തഹ വരെ പോകുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകില്ല. അവിടം വരെ പോകുള്ളൂ. അതിനപ്പുറം പിന്നെ വലിയ സുഖവും അള്ളാഹുലേക്ക് എത്തുന്ന ലോകമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ സ്റ്റോപ്പാണ്. അതിനപ്പുറത്തേക്ക് ജിബ്രീൽ ഇല്ല. നബിതങ്ങൾ പിന്നെ ഒറ്റയ്ക്കാണ് പോവാ. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നു പോകും. അതിനപ്പുറത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കയറാൻ കഴിയില്ല. മുത്തറസൂൽ പറയുന്നു, വറഫഅതു ബി സിദ്റത്തുൽ മുന്തഹ, സിദ്റത്തുൽ മുന്തഹയിലേക്ക് എന്നെ കൊണ്ടുപോയി. അതൊരു മനോഹരമായ വൃക്ഷമാണ്. അതിന്റെ കായ്കനികൾ അത് ആ വൃക്ഷത്തിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെയാണ്. നബിയുന മുഹമ്മദ് മുസ്തഫ. സിദ്റത്തുൽ മുന്തഹ എന്നതൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ഇലകൾ ആനയുടെ ചെവി പോലെയാണ്. ഇനിയാണ് നമ്മുടെ പ്രധാന ഭാഗം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫി അസ്ലിഹാ അർബഅതു അൻഹാർ. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ 4 അരുവികളുണ്ടെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സിദ്റത്തുൽ മുന്തഹ എന്ന വൃക്ഷത്തിന്റെ ചോട്ടിൽ 4 അരുവികളുണ്ടെന്ന് നബിതങ്ങൾ പറയുകയാ. സഹാബികൾ ചോദിക്കുന്നു, നബിയേ ആ 4 അരുവികൾ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നഹ്റാനി ബാത്തിനാനി വനഹ്റാനി ലാഹിറാനി. 2 അരുവികൾ. അള്ളാഹു പടച്ചതമ്പുരാൻ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അരുവികൾ. 2 മനോഹരമായ അരുവികൾ, പുറമെയുള്ള അരുവികൾ, ലാഹിറായ പുറമെയുള്ള അരുവികൾ. ദുനിയാവിനുള്ളതും പരലോകത്തിനുള്ളതുമാണ് എന്ന് അഭിപ്രായം പറയുന്നു. അങ്ങനെ 4 അരുവികൾ അവിടെയുണ്ട്. ആ പ്രധാനപ്പെട്ട 2 അരുവികൾ ഏതാണ്? ഒന്ന് ഹൗദുൽ കൗസറാണ്, മറ്റൊന്ന് സ്വർഗത്തിന്റെ അരുവിയായ സൽസബീലാണ്. നമുക്ക് നാളെ പറയണം. പിന്നെ 2 അരുവികളുണ്ടല്ലോ, അത് ഏതാണെന്ന് ചോദിക്കുമ്പോ നബിതങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. അതൊന്ന് നൈൽ നദിയാ, മറ്റൊന്ന് യൂഫ്രട്ടീസ് നദിയാ. ഇവിടെ
ഈജിപ്തിലല്ല, ഇറാഖിലല്ല, പിന്നെ എവിടെയാണ്? സിദ്റത്തുൽ മുൻതഹ എന്ന സ്വർഗലോകത്ത് 7ാം ആകാശം കടന്നിട്ട് അല്ലാഹുവിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള മനോഹരമായ മലക്കുകൾ കുഞ്ഞുകിളി പോലെ വൃക്ഷത്തിന്റെ ശിഖരത്തിൽ തൂങ്ങിയാടുന്ന ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ. ആ സിദ്റത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ ചോട്ടില് 4 അരുവികളാണെന്ന് മുത്തറസൂൽ പറയുന്നു. അത് 2 അരുവികൾ ഹൗദുൽ കൗസറും സൽസബീലുമാണ്. അത് നമ്മൾ നാളെ പറയുന്നതാണ്. പിന്നെ 2 അരുവികൾ ഏതെന്നറിയോ? ആ 2 മനോഹരമായ അരുവികൾ, ഒന്ന് നൈൽ നദിയാണ്, മറ്റൊന്ന് യൂഫ്രട്ടീസ് നദിയാണ്. ഒന്ന് നൈൽ നദിയാണ്, മറ്റൊന്ന് യൂഫ്രട്ടീസ് നദിയാണ്. നൈൽ നദിയുടെ മനോഹരമായ വില നിങ്ങൾ അറിഞ്ഞില്ലേ? ഇമാമിങ്ങൾ പറയുന്ന നൈലും യൂഫ്രട്ടീസും സ്വർഗത്തിന്റെ നദിയാണ്. നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും സ്വർഗത്തിന്റെ നദിയാണ്. മൂസാ നബിയുടെ കഥ പറയുന്ന നൈലേ, യൂസുഫ് നബിയുടെ ചരിത്രം പറയുന്ന നൈലേ, ആസിയാ ബീവിയുടെ കഥ പറയുന്ന നൈലേ, ഈജിപ്തിന്റെ ചരിത്രം മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നൈൽ നദിയെ, സുലൈഖയുടെ സൗന്ദര്യത്തെ തോൽപ്പിക്കുന്ന സൗന്ദര്യവുമായി മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ സുന്ദരിയെ പോലെ ഈജിപ്തിന്റെ മണ്ണ് കിടക്കുന്ന നൈൽ നദിയില്ലേ, അൽഹംദുലില്ലാഹ്, അത് സ്വർഗത്തിന്റെ നദിയാണ്. 2ാമത് യൂഫ്രട്ടീസ് നദിയാണ്, അതും സ്വർഗത്തിന്റെ നദിയാണ്. ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക രാജ്യത്തിന്റെ പെട്രോൾ പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നത്. പിന്നെ എന്തിനെന്നറിയോ? യൂഫ്രട്ടീസ് പിടിക്കാൻ വേണ്ടി അമേരിക്ക യുദ്ധം ചെയ്യാൻ പോവുകയാ. എന്റെ വരവൂരി വന്നവര് തിരിച്ചറിഞ്ഞോ? എന്റെ വരവൂരി വന്നവര് മനസ്സിലാക്കിക്കോ. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദിയെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. എന്തിനെന്നറിയോ? അവര് ശാസ്ത്രലോകം വെച്ച് പഠനം നടത്തിയപ്പോ ലോകം മുഴുവനും വെള്ളം വറ്റി വരണ്ടു പോയാൽ യൂഫ്രട്ടീസ് നദിയിൽ നിന്നൊരു തുള്ളി പോലും വെള്ളം പറ്റൂല. അതുകൊണ്ട് പിന്നീട് ആ വെള്ളത്തിന് വില കൊടുത്ത് ജനങ്ങളോടുന്ന കാലഘട്ടം വരുമ്പോ യൂഫ്രട്ടീസ് നമുക്കുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക യൂഫ്രട്ടീസിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കാലം വരാൻ പോവുകയാണ്. ഇസ്ലാമിക രാജ്യത്തിന്റെ പവർ, അവിടുത്തെ നദികളുടെ മഹത്വം എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, വേദനിക്കരുത്. വരവൂരിൽ ഞാൻ വരുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ്. പക്ഷേ ചരിത്രം നമുക്ക് മറക്കാൻ പറ്റൂല, ചരിത്രം നമുക്ക് മായ്ക്കാൻ പറ്റൂല, ചരിത്രം നമുക്ക് എടുത്തെറിയാൻ പറ്റൂല, ചരിത്രം നമുക്ക് ചവിട്ടിത്തേക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് സ്വർഗത്തിന്റെ അരുവികളെ കുറിച്ച് പറയുമ്പോ ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അതാർക്കാണ് നബിയേ? സ്വർഗത്തിന്റെ അരുവി കുടിക്കാൻ കൊതിയുള്ളവരൊന്ന് കൈ ഉയർത്തിയേ. ഇവിടെ വെച്ച് അഭിമാനത്തോടെ ഉയർത്താൻ, കാരണം ബറക്കത്തോണ്ട് കിട്ടിയാലോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് 4 വിഭാഗത്തിന് അത് കിട്ടുമെന്ന് നബിതങ്ങൾ പറയുന്നു. അത് നാളെ പറയുള്ളൂ, ഇന്ന് പറയൂല. നാളെ അത് പറഞ്ഞിട്ട് വേണം ദുആരക്കാൻ. ദീവാൻ സാഹിബ് നാളെ വന്നിട്ട് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ബറക്കത്തൊക്കെ നിന്ന് ഈ സദസ്സിൽ നിന്ന് പോകുമ്പോ നാളെ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ സ്വർഗത്തിന്റെ അരുവി കിട്ടുന്ന 4 വിഭാഗത്തെ കുറിച്ച് പറയും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് 21 ഫാത്തിഹ അജ്മീറിലേക്ക് ഓതും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് 11 സ്വലാത്ത് വല്യാപ്പാന്റെ പേരിലും വല്യാപ്പാന്റെ മോന്റെ പേരിലും അസനാജി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട, ഇതൊരു വലിയ കറാമത്തല്ലേ. നിങ്ങൾ ആലോചിച്ച്, ആദ്യത്തെ ആണ്ട്, ഞാനിവിടെ വന്ന ആദ്യത്തെ ആണ്ട്, അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹാജിയാർ ഇവിടെ. എന്റെ നാട്ടില് ഒരു ഉൾവിളി പോലെ വന്നതാ. ഓണപ്പള്ളിയിൽ പണ്ട് പ്രസംഗിക്കാൻ വന്ന ആ പ്രസംഗം കേട്ടിട്ട് ആചാര്യയുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി പറഞ്ഞതാ, നമുക്ക് ആണ്ടിന് വരവൂരിലെ ആണ്ടിന് ഔഷാദ് ബാക്കവി വിളിച്ചാലോ. പേര് കേട്ട ഉടൻ മക്കളോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ആചാര സ്വഭാവം. അപ്പോഴേ വണ്ടി എടുക്കുക. ഒരു രസമുള്ള ജീവിതമായിരുന്നു അത്. ഓർക്കുമ്പോ സങ്കടം തോന്നാണ്. പട്ടാളക്കാരെ പോലെ മക്കളും മരുമക്കളും പിന്നെ കുറച്ച് ചെറുപ്പക്കാരും വണ്ടി എടുത്തു നേരെ ഞാൻ ജോലി ചെയ്യുന്ന ചെറിയൊരു പള്ളി തിരുവനന്തപുരം ജില്ലയുടെ തട്ടത്തുവൽ അവിടെ വരികയാണ്. അവിടെ വന്നിട്ടാണ് രാത്രി, പാതിരാത്രി എവിടെ എത്തിയപ്പോൾ വിളിച്ചുണർത്തി. ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, അല്ലാഹു ഇത് ആരായി വന്നിരിക്കും, ആദ്യമായിട്ട് കാണുക. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, വരവൂരിലെ ഒരുപാട് ചരിത്രം പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അന്ന് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ വരവൂരിന്റെ മണ്ണിൽ നൗഷാദ് ബാക്കവി കേവലം ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും വന്നു പോകുന്ന പോലെ 2 മണിക്കൂർ പ്രസംഗിച്ച് ഇവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകും. അത്ര ഒരു സ്ഥാനം മാത്രമല്ലേ കിട്ടുള്ളായിരുന്നു. പക്ഷേ അന്നിവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങളാണ് കിട്ടിയത്. ആ അനുഭവത്തിലൂടെ ഇവിടുത്തെ ഒരാളായി മാറിയപ്പോൾ പിന്നീട് അൽഹംദുലില്ലാഹ്
ഇവിടുത്തെ സ്വന്തം മണ്ണിൽ അത് പറയാനുള്ള ഒരു തൗഫീഖ് എനിക്ക് കിട്ടിയില്ലേ, അതൊരു വലിയ ഭാഗ്യമാണ്, അതൊരു വലിയ തൗഫീഖാണ്. എന്നോട് ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട 3 പ്രഭാഷകന്മാർ എന്നോട് കഴിഞ്ഞ ആണ്ടിന് ശേഷം പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞാൽ നടക്കും, അടുത്ത വർഷം ഓരോ ദിവസം നമുക്ക് കൂടി വരവൂരിലൊന്ന് പറയാൻ അത് പറയാനൊരു ചാൻസ് തരുമെന്നിങ്ങനെ ചോദിച്ചു. വല്ലാഹി ഒക്കെ വെറുതെ പറയല്ല. കേരളത്തിലെ 3 ഇപ്പോഴറിയപ്പെട്ട 3 പ്രഭാഷകന്മാർ. പക്ഷെ അത് ഇവിടുത്തെ തീരുമാനം ഞാനോ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊന്നും തീരുമാനിക്കുന്നതല്ല, അവിടുത്തെ യജമാനൻ തീരുമാനിക്കും. അള്ളാഹുവേ, ആ ലിസ്റ്റിൽ നിന്ന് ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ റൂഹ് പിരിയുന്നത് വരെ നീ വെട്ടിക്കളയല്ല അല്ലാഹ്. പണവും പദവിയും ഒക്കെ ധാരാളം തരുമോ വരെ, അവിടെ ഒന്നിനും കമ്മിയില്ല. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ദുനിയാവ് ഇഷ്ടം പോലെ തരും. ആഖിറം ചോദിച്ചാലേ കിട്ടാത്ത വലിയ പാടാണ്. ആഖിറം ചോദിച്ചാൽ കിട്ടുന്നത് കൊട്ടാണ്. പണവും പദവിയും നിങ്ങൾ ചോദിക്കും, ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ അതിന് കാര്യമില്ലല്ലോ, അതുകൊണ്ടല്ലേ അവർ തരിക. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തത് ചോദിച്ചു നോക്കിയേ, കിട്ടൂല. ഈമാനോടുകൂടി മരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്നോട് പരീക്ഷണം തുടങ്ങാം. എനിക്ക് വല്യാപ്പാന്റെ പൊരുത്തം വേണമെന്ന് പറഞ്ഞാൽ അടുത്ത പരീക്ഷണം തുടങ്ങാം. പിന്നെ ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ട് അത് എല്ലാ വിത്തും സത്തും ഒക്കെ എടുത്തിട്ട് ലാസ്റ്റ് അങ്ങനെ എടുക്കും. അതാണ്, അത്ര സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരാണ് ഇപ്പൊ പോയത് ആംബുലൻസിലിരുന്നിട്ട്. വല്യാപ്പാനെ ഞാൻ സ്നേഹം കൊണ്ട് വെല്ലുവിളിക്കുന്നു പറഞ്ഞപ്പോ കൊണ്ടുപോയത് കണ്ടില്ലേ? ഇങ്ങനെയാണ് സ്നേഹം, അങ്ങനെയാണ് കൊടുക്കുക. പേടിച്ചു പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരിക്കണം, ഇന്ന് നമുക്ക് ദുആ ചെയ്യണം. എല്ലാ സഹോദരങ്ങളും ഒരു മൈക്ക് ഓണാക്കി കൊടുത്തിടാം, ഒരു പാട്ട് പാടും, ഒരു 2 വരി പാടട്ടെ, ഒരു ബർക്കത്തിന്. നാളെ ഒരു സമയത്ത്